Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay. Then signing thought of the day, prayer of the Parnota. Prayer Parnota. Okay, ma'am, prayer. Dear God, bless our learning today, guide us and help us find the way. May our heart be kind and minds be bright. Shine your light and make it a wonderful day. Sign in. I warmly welcome our beloved ma'am and beloved Abarna ma'am and all our Montessori friends to today's class. I hope everyone learns and listens beautifully in today's class. Again, I welcome all of you and wish you a wonderful day. Thank you. Thoughts of the day. Thought of the day: Mistake increases Mahatma your Gandhi's experience change and wish to see in the world. Okay. So, good afternoon, all. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ആയിരുന്നു അല്ലേ? അല്ലേ? ഓക്കെ. Yes, അതിൽ ma'am. നമ്മുടെ ലൈഫ് പറഞ്ഞോ, എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടായിരുന്നോ? No, ma'am. ലൈഫിന്റെ വീഡിയോ ഒക്കെ കാണിച്ചിരുന്നല്ലേ? Yes, ma'am. അനിമേഷൻ വീഡിയോ ക്ലിയർ ആയോ ആ പോർഷൻ? പിന്നെ നമ്മള് പീരീഡ് ഓഫ് ഓവം, പീരീഡ് ഓഫ് എംബ്രിയോ കംപ്ലീറ്റ് ആയോ ചാപ്റ്റർ? കംപ്ലീറ്റ് ആയോ? No, ma'am. Last portion. ഇതാ പറഞ്ഞോണ്ടിരുന്നു. പീരീഡ് ഓഫ് ഫീറ്റസ് ആണോ ബേബി അറ്റ് ബർത്ത് ആണോ? സോ ഞാൻ എംബ്രിയോ വരെ പറഞ്ഞതായിട്ട് നല്ല ഓർമ്മയുണ്ട്. എംബ്രിയോ ഒക്കെ പീരീഡ് ഓഫ് എംബ്രിയോ മാം പറഞ്ഞു. പീരീഡ് ഓഫ് ഫീറ്റസ് അതിന് മാം പറയേണ്ടത്. നമ്മൾ 8th വീക്ക് മുതൽ അൺടിൽ ബർത്ത് വരെയാണ് നമ്മൾ പീരീഡ് ഓഫ് ഫീറ്റസ് എന്ന് പറയുന്നത്. നമ്മൾ കുഞ്ഞു ഓർഗൻസ്, നമ്മള് അമ്മയുടെ വയറ്റില് കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മുടെ ചെറിയ ചെറിയ ഓർഗൻസ്, കുഞ്ഞു ഓർഗൻസ് ഒക്കെ കുറച്ചും കൂടി ബിഗ്ഗർ ആവും, സ്മോളർ ആവുന്ന ഒരു ടൈമാണ് ഇത് 8th വീക്ക് ടു അൺടിൽ ബർത്ത് എന്ന് പറയുന്നത്. ഫ്രം 5th months ഓൺവേർഡ് വൺ ക്യാൻ ഹിയർ ത്രൂ സ്റ്റെതസ്കോപ്പ്. നമ്മുടെ ഹാർട്ട് ബീറ്റ് ഉണ്ട് കേട്ടോ, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. നമുക്ക് സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്ത് കേൾക്കാന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് അനക്കറിയാൻ പറ്റും അല്ലേ? പിന്നെ 5 മാസം കൈ കഴിയുമ്പോൾ തന്നെ നമുക്ക് ടച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അനക്കറിയാൻ പറ്റും അല്ലെ? നമ്മള് ടച്ചൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ആദ്യമായിട്ട് അമ്മമാരാവുമ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കി നമ്മൾ ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ വളരെ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ടൈമാണ്. അപ്പോ പിന്നെ ദ ബോഡി മൂവ്സ് ഫ്രീലി. അമ്മയുടെ വയറ്റില് പിന്നെ നല്ല രീതിയിൽ ഫ്രീലി ആയിരിക്കും മൂവ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ നമ്മളിങ്ങനെ പകലൊക്കെ നടക്കുന്ന സമയത്ത് അവന്റെ വിചാരം അവൻ തൊട്ടിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്, ഞാനിങ്ങനെ ആടുന്ന പോലെയാണ് ഫീൽ ചെയ്യും. ഓക്കെ, കുഴപ്പമില്ല. ദെൻ നമ്മള് കുറച്ചും കൂടെ ആവുമ്പോ 9 months ഒക്കെ ആവുമ്പോ നമ്മുടെ അമ്മയുടെ വയറ്റില് കുറച്ചും കൂടി ഇങ്ങനെ നമ്മള് കൊച്ചിന്റെ കൈയും ലെഗ് ഒക്കെ ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ കിക്ക് ചെയ്യുമ്പോഴൊക്കെ? ഓക്കെ, അതൊക്കെ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതേപോലെ ബേബി സ്റ്റക്ക് തമ്പ്, ചില സമയത്ത് കുട്ടി തമ്പ് സക്ക് ചെയ്തിരിക്കും, ചിലപ്പോൾ സ്ട്രെച്ച് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ചെറിയ ചെറിയ വേദനകളൊക്കെ വരും. അതെല്ലാം നമ്മൾ സന്തോഷത്തോടെ തന്നെ അത് നമ്മൾ എന്ത് ചെയ്യുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സാധാരണ കുട്ടി ജനിക്കുമ്പോൾ എത്ര വെയിറ്റ് വേണമെന്ന് ഞാൻ പറഞ്ഞത്? 3 kg. ഓക്കെ, 3 kg. kg അടുത്തുള്ള വെയിറ്റ് നോർമലാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. വെയിറ്റ് കുറവാണെന്നൊന്നും വിചാരിക്കരുത്. നോർമൽ വെയിറ്റ് ആണ് 3 kg. ആദ്യം കുട്ടി ആ കരയുന്നത്, ആ കരച്ചില് നമ്മള് കുട്ടി ജനിച്ച ഉടനെ എല്ലാവരും ചോദിക്കുന്ന കുട്ടി കരഞ്ഞോന്നാ ചോദിക്കാം അല്ലെ?
അതാണ് ഫസ്റ്റ് സൈൻ ഓഫ് അവൻ നമ്മുടെ എൻവയോൺമെന്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് സൈൻ ആണ് ഇത് ഈ ഒരു കരച്ചിൽ എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ ലങ്സും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആവും, കൂടുതലായിട്ട് എയറും കാര്യങ്ങളും ഇൻടേക്ക് ആവും, നമ്മുടെ ബോഡിയിലേക്ക് എയറും ഓക്സിജനും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ടൈമാണ് ഇത്. ആ ബേബി ഫസ്റ്റ് ക്രൈ എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് ക്രൈ ആഫ്റ്റർ ദ ബർത്ത് ഹെൽപ്സ് ദ ലങ്സ് ഓഫ് ദ ചൈൽഡ് ടു ബിഗെയിൻ ഫങ്ഷൻ. നമ്മുടെ ലങ്സ് ഫങ്ഷൻ ചെയ്യാനായിട്ടുള്ള ആ ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഇത് ആ ഫസ്റ്റ് ക്രൈ എന്ന് പറയുന്നത്. കുട്ടി ന്യൂബോൺ ബേബീസ് നമ്മുടെ എൻവയോൺമെന്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ എടുക്കും. അവർ ചിലപ്പോൾ ചുമയ്ക്കും, തുമ്പും, ഇറഗുലർ ആയിട്ടുള്ള റെസ്പിറേഷൻ, സീസിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കാണും. അത് ആ ഇനിഷ്യൽ പീരീഡിൽ കോമൺ ആണ്, കുട്ടികളിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. അവൻ നമ്മുടെ ഒരു ന്യൂ എൻവയോൺമെന്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന്റെ, അവൻ അഡാപ്റ്റ് ആവുന്നതിന്റെ ആ ഒരു ചേഞ്ചസ് ആണ് കാണുന്നത്. ഇത്രയും നാൾ അമ്മയുടെ എന്താ പറയാ യൂട്രസിന്റെ അകത്ത് അത്ര സേഫ് ആയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത അവരവിടെ സേഫ് ആയിട്ടായിരുന്നു. അപ്പൊ അവൻ ന്യൂ എൻവയോൺമെന്റിലേക്ക് വന്നിരിക്കും. അവന് ഒട്ടും പരിചയമില്ലാത്ത എൻവയോൺമെന്റ് അല്ലേ. അപ്പൊ ഈ ഒരു എൻവയോൺമെന്റ് ആയിട്ട് അഡാപ്റ്റ് ആവുന്നതിന്റെ മാറ്റങ്ങളാണ് അവനിൽ കാണുന്ന ആദ്യ ടൈമിൽ കാണുന്ന ഈ ഒരു റെസ്പിറേഷൻ, ഇറഗുലർ റെസ്പിറേഷനും ചോക്കിങ്ങും സീസിങ്ങും ഒക്കെ കേട്ടോ. അതൊക്കെ കോമൺ ആയിട്ട് എല്ലാ കുട്ടികളിലും ഉള്ളതാണ് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി എന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെ ഞാൻ മോക്ക് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും, ഒന്ന് നോക്കട്ടെ കേട്ടോ. മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ നോക്കട്ടെ. വൺ മിനിറ്റ്. മോക്ക് ടെസ്റ്റ് ചെയ്തൂലോ? മോക്ക് ടെസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മാം. ചെയ്തിട്ടുണ്ട്. നവംബർ 19 കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഫിസിക്കൽ മോട്ടോർ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്. മാം അത് റോസ് മാം എടുത്തു. റോസ് മിസ് എടുത്തോ? ഓക്കെ സോറി. ഇനി സോറി കേട്ടോ, ഞാൻ പെട്ടെന്ന് സാധാരണ ഞാൻ ആ ഫ്ലോയിലാ പോവാറേ. ഇനി സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റിലേക്ക് വരാട്ടെ നമുക്ക്. ഓക്കെ മാം. നമ്മള് കുട്ടികളുടെ ഇമോഷൻസ് വളരെ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ട ഒരു പ്രായമാണ് ഏത് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. നമ്മൾ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ടൈമാണ് ഏത് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. അപ്പൊ കുട്ടികളുടെ ഈച്ച് ആൻഡ് എവറി ഇമോഷനും നമ്മൾ കുറച്ച് പരിഗണന കൊടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, അവരെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഇപ്പം നമ്മൾ അവരെ വഴക്ക് പറയുമ്പോൾ നമ്മൾ അവർക്ക് ഭയങ്കരമായിട്ട് ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ ദേഷ്യം കൊണ്ടായിരിക്കും അവരെ വഴക്ക് പറയുന്നത് അല്ലെ. പക്ഷെ ചിലപ്പോൾ അത് അവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഇനി വഴക്കൊക്കെ പറയുമ്പോൾ കുട്ടിക്ക് വിഷമമാവാത്ത രീതിയിൽ എങ്ങനെ വഴക്ക് പറയണം, അങ്ങനെ വഴക്ക് പറയാൻ പറ്റൂട്ടോ. കുട്ടീനെ വിഷമിപ്പിക്കാത്ത രീതിയിൽ വഴക്ക് പറയാനായിട്ട് പറ്റും. അതെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്ത തെറ്റ് എന്താണെന്ന് അവരെ കൊണ്ട് തന്നെ മനസ്സിലാക്കിച്ച് അത് അവർ തന്നെ സ്വയമേ തിരുത്തുമ്പോഴാണ് നമുക്ക് ആ വഴക്ക് പറയണ്ട. ചില പാരന്റ്സ് നമ്മൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും. കുട്ടികൾ ചില മിസ്റ്റേക്ക് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ഒക്കെ ചെയ്യും. അത് ശരിക്കും ആ കുട്ടീനെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, അഫക്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നമ്മൾ കുട്ടികളെ എന്റെ അഭിപ്രായത്തിൽ വഴക്ക് അധികം പറയണ്ട എന്നാണ് എന്റെ അഭിപ്രായം കേട്ടോ. നിങ്ങളുടെയോ? ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വഴക്ക് പറഞ്ഞാൽ നടക്കത്തില്ല. കുറച്ച് എന്റെ മോള് +2 പഠിക്കുന്ന അവള് വഴക്കൊക്കെ പറയുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ചെയ്യണ്ടായിരുന്നത്. പക്ഷെ ഇളയ മോള് നേരെ തിരിഞ്ഞ, വഴക്ക് പറഞ്ഞാ ഒരു കൂസലില്ല, സ്നേഹം കൊണ്ട് ഇതാക്കാൻ പറ്റത്തുള്ളൂ. അത് നമ്മളുടെ ഏജിന്റെ ഒരു പ്രശ്നമാണ്. നമ്മളൊക്കെ നല്ല വഴക്ക് പറഞ്ഞ നല്ല തല്ലുകളിൽ ആയിരിക്കും നമ്മളുടെ പാരന്റ്സ് നമ്മളെ വളർത്തിയത് അല്ലെ. അല്ലേ? കിട്ടിയിട്ടില്ലേ നല്ലത്? നമ്മൾ ടീച്ചേഴ്സും നമ്മളെ വഴക്ക് പറയുമായിരുന്നു അല്ലെ. നമ്മൾ ടീച്ചേഴ്സ് വഴക്ക് പറഞ്ഞാലോ തല്ലിയാലോ ഒന്നും വീട്ടിൽ നിന്ന് ആരും ചോദിക്കാനൊന്നും പോവില്ല. ഇന്ന് ടീച്ചേഴ്സിന് വടി എടുക്കാൻ പേടിയാവും. അറിയോ അത്? നിങ്ങൾ ടീച്ചർ ആവുമ്പോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി വടി എടുക്കാൻ ഭയങ്കര പേടിയാ. കാരണം എന്താണ്, നമ്മളെങ്ങാനൊന്ന് വടിയെടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ തല്ലിന്ന് പറയുന്നു. ആണോ അനുഷ്ക? അങ്ങനെ ആവാൻ പാടില്ല കേട്ടോ, ഷൗട്ട് ചെയ്യാൻ പാടില്ല. കാരണം അവർക്ക് ഇമോഷണലി അത് അവരെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. കാരണം നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ കടുംപിടുത്തമുള്ളവരാണ്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരന്റ്സ് ഒക്കെ ആണെങ്കിൽ അത് നമ്മളോടുള്ള അവരുടെ ഒരു അകൽച്ചയായിരിക്കും അവർ ഫീൽ ചെയ്യുന്നത്. കുട്ടികൾ എന്ന് പറയുന്നത് കുറച്ചു കാലം മാത്രമേ നമ്മുടെ കൂടെ ഉള്ളൂ അല്ലെ. കുറച്ച് അങ്ങനെ പറയാം. കാരണം കൂടുതൽ അവരുടെ ചൈൽഡ്ഹുഡില് കൂടുതൽ ടൈം നമ്മളോടൊപ്പം, പാരന്റ്സിനോടൊപ്പം. ഒരു 3 വയസ്സ് 4 വയസ്സ് വരെ കുട്ടി ഫുൾ ടൈം അമ്മയുടെ ഒപ്പമാണ് അല്ലെ.
നമുക്ക് ഏറ്റവും എന്താ പറയാ അമൂല്യമായിട്ടുള്ള ടൈമാണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈമാണ് ചൈൽഡിന്റെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈമാണ് ആ 4 years. ആ 4 years നമ്മളുടെ ഒപ്പം അവൻ. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ബോണ്ടും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പെർഫെക്റ്റ് ടൈമാണ് ഇത്, ആ 4 years എന്ന് പറയുന്നത്. പിന്നെ അവര് ക്ലാസ്സിൽ പോകുന്നു, സ്കൂളിൽ പോയി തുടങ്ങുന്നു, അതേപോലെ തന്നെ എന്താണ് അവർ പിന്നെ വീക്കെൻഡിൽ മാത്രം അല്ലെങ്കിൽ ഈവനിങ്സ് മാത്രം നമ്മളുടെ ഒപ്പമാവും, വീക്കെൻഡ് മാത്രം നമ്മളുടെ ഒപ്പമാവും. പിന്നെയും കുറച്ചും കൂടി ഓക്കെ നമ്മള് കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ പിന്നെ അവര് സൺഡേസും സാറ്റർഡേസും ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആവും. കുറച്ച് ടൈം മാത്രമേ നമ്മളുടെ ഒപ്പം സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നീട് അവര് ഹോസ്റ്റലിലേക്ക് പഠിക്കാനൊക്കെ പോകും, ജോലി കിട്ടി, ചിലപ്പോൾ നമ്മളുടെ ഒപ്പം ആവണമെന്നില്ല. അപ്പൊ നമ്മളായിട്ടുള്ള ബോണ്ട് കുറഞ്ഞു വരും അല്ലെ. പക്ഷെ നമ്മൾ ആ ഫൗണ്ടേഷൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ബോണ്ടിന് ഒരു പ്രശ്നവും പറ്റില്ല. കാരണം കുട്ടികൾ നമ്മൾ നല്ല കെയറോട് കൂടി നല്ല സ്നേഹത്തോടു കൂടി തന്നെ നമ്മൾ അവരെന്ത് ചെയ്യണം, ഹാൻഡിൽ ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മളുടെ ടൈം എന്ന് പറഞ്ഞിട്ടുമ്പോ നമ്മൾ കുട്ടികളോട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കാം. അവര് എന്താ പറയാ വർക്കൊക്കെ ചെയ്ത് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോ തന്നെ ടയേർഡ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അവരോട് ചോദിക്കുക, കുഞ്ഞു കുട്ടികളാണെങ്കിൽ വിശേഷങ്ങൾ ചോദിക്കുക, എന്തൊക്കെ ഉണ്ടായി ക്ലാസ്സിൽ എന്തൊക്കെയുണ്ട്, ഫ്രണ്ട്സിന്റെ ഒക്കെ വിശേഷങ്ങൾ പറഞ്ഞ് നമ്മുടെ പുറകെ നടക്കും. എന്റെ വീട്ടിലൊരു വാലുണ്ട്, എന്റെ മോള്. ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ് വിളിച്ചുകൊണ്ട് വരുമ്പോ മുതൽ, ക്ലാസ് കഴിഞ്ഞ് ഞാൻ കൊണ്ടുവരുമ്പോ മുതൽ വണ്ടിയിൽ ഇരുന്ന് വർത്താനാണ്, അങ്ങനെ ക്ലാസ്സിൽ ഇന്നതാണ് ഇങ്ങനെയായിരുന്നു. അപ്പൊ എനിക്ക് ഫുൾ ആ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. പക്ഷേ നമ്മൾ ചെറിയ കുട്ടികളാവുമ്പോൾ നമ്മൾ പറയുന്നത് കേട്ടിരിക്കും. കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെയല്ല, എല്ലാ ദിവസവും നമ്മൾ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് കുറച്ച് ടൈം കണ്ടെത്തുന്നത് നല്ലതായിരിക്കും. അവരോട് ചോദിക്കുന്നത് എന്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ലൈഫിൽ എന്തൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിലും നമ്മളോട് അവർ തുറന്നു പറയും. അവരുടെ ലൈഫിൽ എന്ത് ഫേസ് ചെയ്താലും നമ്മളോട് അവർ തുറന്നു പറയും അല്ലെ. ഓക്കെ, ഇമോഷൻ എന്ന് പറയുന്നത് വികാരമാണ് അല്ലെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇമോഷൻസ് ഉണ്ട് നമുക്ക് അല്ലെ. എന്തൊക്കെയാണ് ഇമോഷൻസ്? anger, happy, sad, ആൻസൈറ്റി, സർപ്രൈസ്. ആൻസൈറ്റി ആൻഡ് സർപ്രൈസ് കുട്ടികളുടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇമോഷനാണ് ഇത്, സർപ്രൈസ് എന്ന് പറയുന്നത് അല്ലെ. ആൻസൈറ്റി, ക്യൂരിയോസിറ്റി ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് കുഞ്ഞു കുട്ടികൾ അല്ലെ. അത് ഭയങ്കര രസമാണ്. അവർക്ക് നമ്മളൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് സർപ്രൈസ് ആയിട്ടൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പി ആവും. ആർക്കൊക്കെ ഉണ്ട് ഒരു 5 വയസ്സ് 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ? എനിക്കുണ്ട് മിസ്. എനിക്കുണ്ട് മാം. അവർക്ക് സർപ്രൈസ് ഭയങ്കര ഇഷ്ടമല്ലേ? യെസ് മാം. യെസ് മാം. ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനാ ഇഷ്ടം, ഉം. നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടം. ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പൊ ഹെൽപ്പ് ചെയ്യിപ്പിക്കാറുണ്ടോ? യെസ് മാം. തുണിയൊക്കെ വിരിക്കുമ്പോൾ ക്ലിപ്പൊക്കെ കൊണ്ട് തരും. പിന്നെ സാധനങ്ങളൊക്കെ അടുക്കി വെക്കുമ്പോ എടുത്തു കൊടുത്താൽ മതി. സബോളയൊക്കെ ഇങ്ങനെ പെറുക്കി അടുക്കിയൊക്കെ വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ അടുക്കിയൊക്കെ വെക്കും. അതൊക്കെ ഭയങ്കരമാണ്. പിന്നെ ഏറ്റവും നല്ല പ്രെയർ ചെയ്യാൻ വരും, വിളിച്ച ഉടനെ പ്രെയർ ചെയ്യാൻ വരും. അങ്ങനെയൊക്കെയാ. ആണോ? യെസ് മാം. പക്ഷെ നമ്മൾ ചിക്കൂലത് കണ്ടില്ലല്ലോ. പ്രയർ ചിക്കു പറയാറുണ്ടോ? നോ മാം. എനിക്ക് പാട്ട് പാടാനോ അങ്ങനെയുള്ള ഇതില്ല. ഞാൻ ആലോചിച്ചതാണ്, ചിക്കു ഇതുവരെയും പ്രയർ പറഞ്ഞില്ലല്ലോ. ഞാൻ സൈനിനും തോട്ടും എല്ലാം പറയും, പ്രെയർ മാത്രം. എനിക്ക് അങ്ങനെ പാട്ട് പാടാൻ ആ ഒരു ഇതില്ല. എനിക്കും അതെ കേട്ടോ. എനിക്ക് പ്രയറിനോട് ഞാൻ പക്ഷെ പാടും കേട്ടാ. ചില കമ്പൽസറി ആയിട്ട് നമ്മൾ ഏതെങ്കിലും സിറ്റുവേഷനിൽ പ്രയർ പറയേണ്ടൊക്കെ ആയിട്ട് വരാറുണ്ട്. സോ പ്രയർ ഞാൻ പറയാറുണ്ട്, എന്നാലും പെർഫെക്റ്റ് ആയിരിക്കില്ല. എന്റേതായ രീതിയിലായിരിക്കും ഞാൻ പറയുന്നത്. പക്ഷെ ശ്രമിച്ചു നോക്കണം കേട്ടോ. ചിലപ്പോ നമ്മള് ഈ പ്രയർ പറയിപ്പിക്കുന്നതിന് തന്നെ ഒരു ആക്ഷൻ സോങ് ഒക്കെ ചിലപ്പോൾ നമ്മൾ ഡെമോ ആയിട്ട് ചെയ്യാനൊക്കെ പറഞ്ഞാൽ നല്ല കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ എല്ലാവരുടെയും കൂട്ടത്തിൽ കൂടുമ്പോൾ പാട്ട് എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല. എന്നാൽ പാടാൻ എനിക്ക് അറിയത്തില്ല. ഡാൻസ് ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ല, അതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യും, നന്നായിട്ട് ചെയ്യുന്നു. പാട്ടിനെ പേടിയാ. ഓക്കെ, അപ്പൊ ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ വരുമ്പോ ഡാൻസ് ഒക്കെ കളിക്കുമല്ലേ അല്ലെ? നോക്കി വെച്ചോട്ടോ ഫ്രണ്ട്സ്, നാളെ ഡാൻസ് ഒക്കെ കളിക്കുന്ന നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യാം. നമ്മൾ ആ സ്റ്റേജ് ഫിയറും കാര്യങ്ങളും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ പ്രോഗ്രാംസും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ. സ്റ്റേജ് ഫിയർ മാക്സിമം നമ്മൾ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെക്കൊണ്ട് തന്നെ ഇൻഡിവിജ്വലി പ്രോഗ്രാംസ് സെമിനാർസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ. എടുക്കാൻ പറ്റാത്തവരുണ്ടെന്ന് അറിയാം. ഇനി വരുമ്പോ ടൈം ഉള്ളപ്പോ നമുക്ക് സെമിനാർസ് എടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു കാര്യം ചെയ്താലോ, നമ്മളുടെ ബാഡ് ആയിട്ടുള്ള ഇമോഷൻസ് ഏതൊക്കെയാണെന്നൊന്ന് ഐഡന്റിഫൈ ചെയ്താലോ.
ഓക്കെ. നിങ്ങളിൽ വിചാരിക്കുന്ന ഏറ്റവും മോശമായിട്ടുള്ളൊരു ഇമോഷൻ അത് ഏതാണെന്നൊന്ന് പറയാവോ? ഞാനും പറയാം. എനിക്ക് ടെൻഷൻ ഉണ്ട് മിസ്. ടെൻഷൻ. ടെൻഷൻ, ആങ്കർ, ദേഷ്യം. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാവോ? എങ്ങനെയാണ് ആ ദേഷ്യം? ആരാ പറഞ്ഞേ? ബിൻസിയാണ് പറഞ്ഞത്, ആദ്യം പറഞ്ഞേട്ടാ ദേഷ്യം. എല്ലാവരും ആങ്കർ ആണല്ലോ പറയുന്നേ. ദേഷ്യം ബാഡ് ആണല്ലോ. ദേഷ്യം പെട്ടെന്ന് വരും മിസ്, എത്ര കൺട്രോൾ ചെയ്താലും വരും. ചെറിയ 2 മക്കളും പിന്നെ മൂത്തവരും, പ്രത്യേകിച്ച് അവരെ പഠിപ്പിക്കുന്ന സമയത്ത് മറ്റവരും വന്നിട്ട് അവർക്കും അതേ ബുക്കും പെൻസിലും ഒക്കെ വേണ്ടി വരും. നമ്മൾ വേറെ കൊടുത്താലും അവർക്ക് അതന്നെ വേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ സമയത്ത് പിന്നെ പറഞ്ഞാ കേൾക്കാതിരിക്കുമ്പോഴൊക്കെ എത്ര നമ്മള് കൺട്രോൾ ചെയ്താലും അറിയാതെ ദേഷ്യം വരും. ഒച്ച തന്നെ പൊന്തും. പിന്നെ രാവിലെ തൊട്ട് നമ്മളിങ്ങനെ കുട്ടികളുടെ കൂടെ അവരായിട്ട് കളിക്കാൻ ഇതിനൊക്കെ രസമാണെങ്കിൽ പോലും 2 ആൾക്കാരായ കാരണേ അപ്പൊ അവര് നടക്കും ചെയ്യും, ഓടും ചെയ്യും, എല്ലാതും പിടിച്ച് വലിച്ചിടും. അപ്പൊ അവരെ മാനേജ് ചെയ്യലും മറ്റവരെ സ്കൂളിലേക്ക് പറഞ്ഞയക്കലും ഒക്കെ കൂടി ആകുമ്പോ നമ്മള് മെന്റലി ഫിസിക്കലും വീക്ക് ആവും നൈറ്റ് ആവുമ്പോഴേക്ക്. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ദേഷ്യം വരും. കൺട്രോൾ ചെയ്യണം, നല്ല സ്വഭാവം അല്ലാന്ന് അറിയാ. മക്കളല്ലേ, അവരോട് നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ, മെല്ലെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ. പക്ഷെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ. ഞാൻ ഒരു ദിവസം നമ്മുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് ചെല്ലുകയാണേ. വീട്ടിലേക്ക് ചെല്ലുമ്പോ 2 പേര്, 2 കുട്ടികളാണ്. മൂത്ത ആള് LKG പഠിക്കുന്നു, ഇളയാള് 3 വയസ്സായിട്ടുണ്ട്. 2 പേരും കൂടി ഒരുമിച്ച് ഉള്ള ദിവസങ്ങൾ, സാറ്റർഡേസ് ആണ് 2 കൂടി ഒരുമിച്ച് ഉണ്ടാവുക. അത് നമുക്ക് നല്ല ടെൻഷനാണ്. കാരണം വെച്ചാൽ ഒരു വീട് എടുത്ത് തല കുത്തി വെക്കും. സാധാരണ രീതിയിൽ ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും വീട് മൊത്തമായിട്ട് അവര് മാറ്റി വെച്ചിട്ടുണ്ടാവും, ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോ സാധാരണ ഞാൻ ദിവസം നോക്കുമ്പോ ഞാൻ റൂമിലേക്ക് കയറുമ്പോ തന്നെ ഫുൾ പുകയാണ്, പുകമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്താ ചെയ്തിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ പൗഡർ ഉണ്ടല്ലോ, നമ്മള് ബേബി കുഞ്ഞു കുട്ടികളുടെയൊക്കെ പൗഡർ, ബേബി പൗഡർ, അതെടുത്ത് അവര് ഇങ്ങനെ കൊട്ടിയിട്ട് ബെഡും റൂമും മൊത്തം പുകമയം, ഫാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ചെല്ലുമ്പോ നിറച്ചും പുകയും കാര്യം. പുക വെച്ചാൽ പൊടിയാണ്, പൗഡർ ഇങ്ങനെ പറക്കാണ്. ഞാനിങ്ങനെ നോക്കിയിരുന്നു, ദൈവമേ ഞാനിപ്പോ എന്തു പറയണം, വഴക്ക് പറയണോ അല്ലെങ്കിൽ അവരോട് ഇങ്ങനെ പറയും? ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നോക്കി വെക്കണം. 2 ഒപ്പളേക്കും ഭയങ്കര പാവങ്ങളെ പോലെ ഇട്ടാ, കരയാൻ പോണ പോലെ. അപ്പൊ എനിക്ക് വിഷമമായി. ഞാൻ വഴക്ക് പറയുമെന്ന് വിചാരിച്ചിട്ടാണ് മൂത്ത ആള് കരയാനായിട്ട് നിൽക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, സ്മൈൽ ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു, കുട്ടികളല്ലേ, കുഞ്ഞിക്കുട്ടികളല്ലേ, അവരങ്ങനെയൊക്കെ ചെയ്യും, കുഴപ്പമൊന്നുമില്ല, നമുക്ക് മനസ്സിലാവൂട്ടാ എന്ന് പറഞ്ഞു. അപ്പൊ 2 വന്ന് ഓടി വന്ന് എന്ത് ചെയ്തു, ഹഗ് ചെയ്തു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ വിചാരിച്ചു അതവര് പൗഡർ എടുത്ത് മാറ്റി വെച്ചു, കുറച്ച് പൊക്കത്ത് വെച്ചു, എടുക്കാൻ പറ്റാത്ത രീതിയിൽ വെച്ചു കേട്ടോ. നെക്സ്റ്റ് സാറ്റർഡേ ഇത് തന്നെ റിപ്പീറ്റേഷൻ. അപ്പൊ എന്നിട്ട് അവരെന്നോട് പറയാ, ആ കുട്ടികളല്ലേ അമ്മേ, ഞങ്ങളിങ്ങനെയൊക്കെ അല്ലേ, അങ്ങനെ. അപ്പൊ കോമഡി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഡയലോഗ് എന്നാ അവള് തിരിച്ചു പറയാണ് കുട്ടികളല്ലേ എന്ന്. അപ്പൊ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ കൺട്രോൾ ചെയ്തു കേട്ടോ. കാരണം ഹസ്ബൻഡ് വഴക്ക് പറയാൻ സമ്മതിക്കില്ല, കുട്ടികളെ വഴക്ക് പറയാനായിട്ട് സമ്മതിക്കാറില്ല. ഞാൻ വഴക്ക് പറയാനായിട്ട് സമ്മതിക്കാറ്, എന്നെ കൊണ്ട് വഴക്ക് പറയിപ്പിക്കൂല. അതാണ്, ഞാൻ വഴക്ക് പറയാൻ പാടില്ല, ഞാൻ തല്ലാൻ പാടില്ല, അതൊന്നും പാടില്ല. ഹസ്ബൻഡ് വഴക്കൊക്കെ പറയും, ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചൂടാവും. ഞാൻ പറയും ഹസ്ബൻഡിനോട് സൗണ്ട് കുറച്ച് കുറച്ച് കുറയ്ക്കും. കാരണം എന്താണ്, കുട്ടിക്ക് പെട്ടെന്ന് പേടിയാവും. മൂത്ത ആൾക്ക് പെട്ടെന്ന് പേടി. നമ്മൾ കുറച്ച് ഉറക്കി സംസാരിച്ചു കഴിഞ്ഞാൽ പോലും അവൾക്ക് ഭയങ്കര പേടി, അവൾ കരയും. അവള് സൗണ്ട് ചെറുപ്പം മുതലേ അങ്ങനെ ഉറക്കി സംസാരിച്ചൊന്നും കേട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ചെറിയ സൗണ്ട് നമ്മൾ ഹൈപ്പ് പറഞ്ഞ് സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് കരയും. എന്നെ ഹസ്ബൻഡെ കൺട്രോൾ ചെയ്യണേ, ഇങ്ങനെ അധികം സംസാരിക്കില്ലേ, അധികം ഉറക്കി സംസാരിക്കില്ലേ, വഴക്ക് പറയില്ലേ എന്നൊക്കെ പറയും. പക്ഷെ ഹസ്ബൻഡ് ചില സമയത്ത് കൺട്രോൾ വിട്ടുപോകും. എനിക്കാണെങ്കിൽ കുറച്ച് കൺട്രോൾ കൂടുതലാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് ചീറ്റൊന്നും പറയില്ല, എന്നാലും ഹസ്ബൻഡ് പറയുമ്പോ ചിലപ്പോ ഭയങ്കരമായിട്ട് സൗണ്ട് ആവുമ്പോ ആള് ഭയങ്കരമായിട്ട് പേടിച്ച് കരയൊക്കെ ചെയ്യും. ജസ്റ്റ് ഒന്ന് അവളെ വിളിക്കുള്ളൂ, ആ ടോണിൽ വരുന്ന മാറ്റം ഉണ്ടല്ലോ, ആ വോയിസിൽ വരുന്ന ആ മാറ്റം അവർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ കുഞ്ഞു കുട്ടികളാവുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരോട് വഴക്ക് പറയുന്ന സാഹചര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ പെട്ടെന്ന് ഉപദ്രവിക്കാനോ ദേഷ്യപ്പെടാനോ ഒന്നും പാടില്ല. കാരണം അവരുടെ ഇമോഷൻസ് വളരെ വാല്യുബിൾ ആണ്. കാരണം അവർ പേടിക്കുന്നത് അത് സാധാരണ ഞാൻ ഒബ്സർവ് ചെയ്തത് എന്റെ മോളുടെ കേസിൽ തന്നെയാണ്. കാരണം ഹസ്ബൻഡ് വഴക്ക് പറയുന്ന ദിവസങ്ങളിൽ അവൾ രാത്രി ഭയങ്കരമായിട്ട് കരയും. രാത്രി ഉറക്കത്തിന് കരയും, ഭയങ്കരമായിട്ട് കരയും. കരച്ചെന്ന് വെച്ചാൽ പേടിച്ച് കരയും നമ്മള് രാത്രി. അപ്പൊ ഞാൻ ശ്രദ്ധിക്കുമ്പോ ഇന്നത്തെ ദിവസം എന്താണ് അവളിങ്ങനെ കരയാനുള്ള കാരണം. കാരണം അന്ന്
കരയുന്ന ദിവസം ഉറപ്പായിട്ട് ഹസ്ബൻഡ് വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും, എന്തായാലും വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ വഴക്ക് പറയുന്നതാണ് അവൾ എന്ത് ചെയ്യുന്നത്, ട്രിഗർ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. സോ ഞാൻ വഴക്ക് പറയുന്നത് മാക്സിമം കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അവർ രണ്ടുപേരും തമ്മിൽ നല്ല കൂട്ടം, അച്ഛനും മോളും പറഞ്ഞാൽ ചങ്കും ചങ്കോ മീൻസ് ഞാൻ അതിന്റെ പുറത്താവും. കാരണം ആൺകുട്ടികളും സോറി അച്ഛനും മൂത്ത മോളെ പെങ്കൊച്ചല്ലേ, ഭയങ്കര കമ്പനിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമ്മള് ഔട്ട്സൈഡർ ആണ്, അവരെ സംബന്ധിച്ച് അവരിൽ നിന്ന് ഔട്ട്സൈഡർ ആണ്. പക്ഷെ ഹസ്ബൻഡ് വഴക്ക് പറയുന്നത് അവള് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ട്രിഗർ ചെയ്യുന്നുണ്ട്, പേടിക്കുന്നവള്. അപ്പൊ അത് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി കൊടുത്തു. മാഷ് വഴക്ക് പറയുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ കരയാണ്, മാക്സിമം വഴക്ക് പറയാതിരിക്കാം. ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഈ കരയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വൈകുന്നേരം അങ്ങനെ വഴക്കിന്റെ ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു അവള് രാത്രി കിടന്ന് കരയും ഇങ്ങനെ വഴക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞപ്പോ ഹസ്ബൻഡ് പറയണോണ്ടാണ് അവള് കരയുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ അങ്ങനെ തന്നെയാണ്, നോക്കുക നമുക്ക് ഒബ്സർവ് ചെയ്യണം. അന്നും രാത്രി അവള് കരഞ്ഞു പേടിച്ച് കരയുന്നേ. മേ ബി ആ കുട്ടികളുടെ മനസ്സിലേക്ക് ഏത് ടൈപ്പ് ഓഫ് ഭയമാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല അല്ലോ. അപ്പൊ ആ ഒരു ഭയം കുട്ടികളിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ മാക്സിമം കുട്ടികളെ വഴക്ക് പറയാതിരിക്കാം. ഇനി നമ്മുടെ ഫാമിലിയില് ചെറിയ വഴക്കും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. ഹസ്ബൻഡായിട്ട് വഴക്കിടാത്ത ആരൊക്കെയുണ്ട്? വഴക്കിടാത്തവരും ആണോ? ഇതിനകത്ത് പ്രസീത വഴക്ക് പറയൂല കേട്ടോ, എല്ലാവരും ചിരിക്കുന്നുണ്ട്. അപ്പൊ ഉറപ്പാണ് വഴക്ക, ഇടയ്ക്കിടയ്ക്കെങ്കിലും വഴക്കിടാറുണ്ട്. ഞാനും വഴക്ക് പറയാറുണ്ട്. ഞങ്ങളും ചെറിയ ചെറിയ തല്ലുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് മാക്സിമം. പക്ഷെ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണെങ്കിൽ മാക്സിമം കുട്ടികൾ ഇല്ലാത്ത സമയത്തായിരിക്കും ഞങ്ങൾ ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. മാക്സിമം കുട്ടികളുടെ മുമ്പിൽ നമ്മൾ വഴക്കിടാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. എപ്പോഴും പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യത്തിനാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഞാനും മാഷും തമ്മിൽ ചെറിയ വഴക്കൊക്കെ ഇടും, അതൊക്കെയാണ്. പക്ഷെ ഒത്തിരി ആവുമ്പോ എന്നുവെച്ചാൽ ഭയങ്കര അത്യാവശ്യം വലിയ സീരിയസ് ഇഷ്യൂ ആണ് നമുക്ക് ഫീൽ ചെയ്തു, ഭയങ്കരമായിട്ട് നമ്മള് ആ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സീരിയസ് ആവും. മേ ബി രണ്ടുപേരുടെയും സൗണ്ട് നമുക്ക് എല്ലാവരും അങ്ങനെയാണ്. എല്ലാവരും ഇമോഷനും ഒരുപാട് നമുക്ക് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല. പെട്ടെന്ന് നമ്മൾ ഇമോഷണൽ ഔട്ട് ബ്രേക്കും കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമെന്ന് മുന്നിൽ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും കുട്ടികളെ മാറ്റിയിട്ട് ആണ് ആ സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൈകാര്യം ചെയ്യേണ്ടത്. ഓക്കെ മിസ്, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? പറഞ്ഞോടാ. ഈ കൊച്ചുങ്ങളെ ആയാലുമേ നമ്മൾ കൊച്ചിലെ തന്നെ നോ എന്ന് പറയേണ്ട ഇടത്ത് നോ എന്ന് പറഞ്ഞിട്ട് തന്നെയല്ലേ പഠിപ്പിക്കണ്ടേ? അതിപ്പോ അവർക്ക് വിഷമമാവൂന്ന് വിചാരിച്ചിട്ട് അത് മാറ്റേണ്ട ആവശ്യമില്ലല്ലോ, അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ പോരെ. ഇപ്പൊ ചില പിള്ളേര് കരഞ്ഞ് സാധിക്കത്തില്ലേ, കരഞ്ഞ് 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 കാര്യം സാധിക്കത്തില്ലേ, അങ്ങനെ ഉണ്ടല്ലോ. അപ്പം കരയുമ്പോ അങ്ങ് വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് ചിലര്. പക്ഷെ അത് നല്ലതല്ലല്ലോ അത്. അല്ല, നമ്മൾ ഞാൻ കാര്യം പറയാം. എന്റെ മോള് ആദ്യം കുഞ്ഞിക്കുട്ടിയായിരുന്ന സമയത്ത് ഇങ്ങനെ നമ്മള് പുറത്തൊക്കെ കൊണ്ടുപോകല്ലോ, അപ്പൊ കളിപ്പാട്ടൊക്കെ വേണമെന്നൊക്കെ പറയും. പക്ഷെ ഞാനും ഹസ്ബൻഡും എന്താ പറയാ രണ്ടുപേരും അങ്ങനത്തെ കളിപ്പാട്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറില്ല. അവൾ എന്ത് കരഞ്ഞാലും സാധിച്ചു കൊടുക്കാറില്ല. ഇങ്ങനെ ടോയ്സും കാര്യങ്ങളോട് വലിയ താല്പര്യമില്ല. പക്ഷെ നല്ല മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ ഞാൻ മാക്സിമം അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ടോയ്സും കാര്യങ്ങളും ഒരു പ്രാവശ്യം ഞാൻ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് വാങ്ങിച്ചു കൊടുത്തു. കുഞ്ഞു കുട്ടികളുണ്ടെന്നല്ലേ പറഞ്ഞത്. ഞാനൊരു ബോർഡ് കാണിച്ചു തരാം. ഇത് പ്രീ റൈറ്റിംഗ് ബോർഡാണ്, മോൺസ്റ്ററിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ആണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം, ആൽഫബറ്റ്സിന്റെ ബോർഡാണ്. എന്നിട്ട് അത് കൂട്ടാൻ മെറ്റീരിയലാണ് ഇത്. ഇതിന് മുമ്പ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോർഡ്സ് ഉണ്ട്. ഞാൻ വാങ്ങിച്ചു കൊടുത്തത് ഈ പ്രീ റൈറ്റിംഗ് ബോർഡ് ആയിരുന്നു, ആൽഫബറ്റ്സിന്റെ പ്രീ റൈറ്റിംഗ് ബോർഡ്. ഇത്രയൊന്നും റേറ്റ് ഒന്നും ഇല്ല കേട്ടോ, 100 ഒക്കെ ഉള്ളൂ. ഫ്ലിപ്കാർട്ടിനെങ്കോ എന്ന് വാങ്ങിച്ചത് പ്രീ റൈറ്റിംഗ് ബോർഡ്. അപ്പൊ ഈ ബോർഡില് ആൽഫബറ്റിന്റെ ആയിരുന്നു പ്രീ റൈറ്റിംഗ് ബോർഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അത് വാങ്ങിച്ചു കൊടുത്ത് ആള് ഓക്കെ അതായിട്ട് കുറച്ചും കൂടി അക്സെപ്റ്റ് ഇങ്ങനെ ചെയ്തൊക്കെ വർക്കൊക്കെ ചെയ്തൊക്കെ നോക്കും. അപ്പൊ ഞാൻ അവളെ കൈ ഇങ്ങനെ പിടിച്ചൊന്നും എഴുതിച്ചിട്ടില്ല. ഹാൻഡ് ഇങ്ങനെ നമ്മൾ സാധാരണ എന്റെയൊക്കെ പാരന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കൈ ഇങ്ങനെ മുറുക്കി പിടിച്ച് നിർബന്ധിച്ചിട്ടൊക്കെ ആയിരിക്കും എഴുതിച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ അവളങ്ങനെ കൈ നിർബന്ധിച്ച് അങ്ങനെ പിടിച്ച് ഇതുവരെയും എഴുതിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പകരം ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ബോർഡാണ് പ്രീ റൈറ്റിംഗ് ബോർഡ്. എനിക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് തോന്നിയ ഒരു മെറ്റീരിയൽ ആണ് ഈ പ്രീ റൈറ്റിംഗ് ബോർഡ് എന്ന് പറയുന്നത്. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? അത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഒക്കെ ഉണ്ട്. നമ്മള് ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, കർസീവ് ലെറ്റർ, പിന്നെ ഹിന്ദി അക്ഷരമാല, മലയാള അക്ഷരമാല ഒക്കെ ഉണ്ട് പ്രീ റൈറ്റിംഗ് ബോർഡ്സിൽ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആൽഫബറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാനതിൽ ആൽഫബറ്റ്സ് ആണ് അവൾക്ക് വാങ്ങിച്ചു കൊടുത്തത്. അപ്പൊ ഈ ആൽഫബറ്റ്സ് വാങ്ങിച്ചു ABCD വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ അവളത് യൂസ്ഡ് ആണ്, കാരണം അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള മെറ്റീരിയൽ, എപ്പോഴും ഇത് ചെയ്യുകയൊക്കെ ചെയ്യും.
കൂടുതലും കളിപ്പാട്ടങ്ങളോ ടോയ്സോ കുറവാണ് വീട്ടില്. നോർമലി നോക്കുകയാണെങ്കിൽ ഞാൻ ഇതുവരെ ടോയ്സും കാര്യങ്ങളും അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാറില്ല. പിശുക്കാണെന്ന് എല്ലാവരും പറയുമെങ്കിലും അങ്ങനെയല്ല. കുട്ടികൾക്ക് ടോയ്സ് ആവശ്യമില്ല എന്നാണ് നമ്മളിപ്പോ മോൺസോറി മെത്തേഡ് ആയാലും കുട്ടികൾക്ക് വേണ്ട ടോയ്സ് ഉണ്ട്. ചില നമ്മള് ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന ചില ടൈപ്പ് ഓഫ് ടോയ്സ് നമ്മൾ കാണുമ്പോൾ ഓക്കെ നല്ലതാണെന്ന് നമുക്ക് തോന്നും. അതും ഞാൻ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അല്ലാതെ ഒരുപാട് ടോയ്സ് ഉണ്ടല്ലോ, വേറെ ടൈപ്പ് ടോയ്സുകളും കാര്യങ്ങളൊക്കെ, ഹൈഡ്രജൻ ബലൂൺ ഒക്കെ പോലുള്ള ടോയ്സ്, അതൊന്നും ഞാൻ വാങ്ങിച്ചു കൊടുക്കാറില്ല. അപ്പം അവള് ഒരു പ്രാവശ്യം എന്തോ ഒരു കളിപ്പാട്ടത്തിന്റെ ഒരു ടോയ്സിന്റെ കടയിൽ നിന്നിട്ട് അവൾ പറഞ്ഞു എനിക്ക് ആ ഒരു ബോർഡ് ഇങ്ങനൊരു സാധനം കാണിച്ചിട്ട് അത് വേണമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു എഡ്യൂക്കേഷൻ കാറ്റഗറിയിൽ വരുന്ന ടോയ്സ് അതല്ല. മാം എവിടെ കിട്ടും മാം ഈ ബോർഡ് വാങ്ങാൻ? എല്ലാ ബുക്ക് സ്റ്റോൾ എന്നുള്ളത് നമ്മള് ഫ്ലിപ്കാർട്ടിൽ വാങ്ങിച്ചാൽ മതി. ഫ്ലിപ്കാർട്ടിൽ എന്തോ 100 താഴെ വരുന്നുള്ളൂ റേറ്റ്, 100 താഴെ വരുന്നുള്ളൂ കേട്ടോ. ഫ്രീ റൈറ്റിംഗ് ബോർഡ്സ് അടിച്ചു നോക്കിയാൽ മതി. ആൽഫബറ്റ്സിന്റെ ക്യാപിറ്റൽ ലെറ്റർ ഫസ്റ്റ് ക്രൈയിലൊക്കെ ഉണ്ട്, പക്ഷെ റേറ്റ് കൂടുതലാണ്. ഫസ്റ്റ് ക്രൈയിലൊക്കെ വരുമ്പോൾ റേറ്റ് കൂടുതലായിരിക്കും. ഫ്ലിപ്കാർട്ടിൽ റേറ്റ് വളരെ കൂടുതലാണ്, കുറവാണ്, റീസണബിൾ ആണ്. സോറി, ഫ്ലിപ്കാർട്ട് റീസണബിൾ ആണ്, ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കാറ്. അതേപോലെ നമ്മള് സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ആണോ നിങ്ങള് ABCD പഞ്ച് ചെയ്യുന്നതുണ്ടല്ലോ, എന്താടാ? ABCD വുഡന്റെ ABCD പഞ്ച് ചെയ്യുന്നത് അതുണ്ട്. പക്ഷെ ഫ്രീ റൈറ്റിംഗ് ബോർഡ്സ് ആകുമ്പോൾ കുട്ടികൾ എഴുതി നോക്കണം. അവര് സ്വയമേ അത് എഴുതും. ആ ഒരു പെൻ പോലത്തെ സംഭവം യൂസ് ചെയ്തിട്ട് അവർ സ്വയമേ അത് എഴുതും. അത് നല്ലതാ. അപ്പൊ അവർക്ക് ആ ഫൈൻ മോട്ടോർ സ്കിൽസ് ഇല്ലേ, ഈ മോട്ടോർ സ്കിൽസ് നമ്മള് മിലോമിസ് എടുത്തിട്ടുണ്ടാവും അല്ലെ, ഫൈൻ മോട്ടോർ സ്കിൽസും ഗ്രോസ് മോട്ടോർ സ്കിൽസിനെ ഒക്കെ കുറിച്ചിട്ട് ഇല്ലേ. അപ്പൊ സ്മോൾ മസിൽസിന്റെ ഡെവലപ്മെന്റ് ആണ് ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമ്മളുടെ ഈ 2 ഫിംഗേഴ്സ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് നമ്മളുടെ എന്താ പറയാ ഇവിടുത്തെ മസിൽസിന് നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഡെവലപ്മെന്റിലൂടെ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ, ഫൈൻ മോട്ടോർ സ്കിൽസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ആവുള്ളൂ. അപ്പൊ അതിന് യൂസ് ചെയ്യുന്ന ഒരു നല്ല മെറ്റീരിയൽ ആണ് ഫ്രീ റൈറ്റിംഗ് ബോർഡ്സ്. അപ്പൊ ഇത് വാങ്ങിച്ചു കൊടുത്തപ്പോ ആളൊരു കളിപ്പാട്ടം കാണിച്ചു, കളിപ്പാട്ടിലെ ടോയ്സ് കാണിച്ചിട്ട് പറഞ്ഞു ഇത് വേണമെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോ അത് ആൽഫബറ്റ്സിന്റെ ബ്ലോക്സ് ആയിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവൾ സെലക്ട് ചെയ്ത് കറക്റ്റ് ആണ്. അല്ല വേറെ എന്ത് ടോയ്സ് ആണെങ്കിലും ഞാൻ വാങ്ങിച്ചു കൊടുക്കൂലെന്ന് തീരുമാനിച്ചിട്ടാണ് നിന്നത്. പക്ഷെ അവൾ സെലക്ട് ചെയ്ത് കറക്റ്റ് ടോയ് ആയതുകൊണ്ട് ഞാനത് വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ നമ്മള് കുട്ടികള് ഡിസിഷൻസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ അവർ വേണമെന്ന് പറയുമ്പോൾ അത് അവർക്ക് നല്ലതാണോ നല്ലതല്ലേ ഇത് നോക്കിയിട്ട് വേണം നമ്മൾ തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. എല്ലാത്തിനും നോ പറയാൻ പാടില്ല. അത് അവർക്ക് അത് കറക്റ്റ് ആയിട്ടുള്ള സെലക്ഷൻ ആണോ അവർ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്, അവർക്ക് വേണ്ട ഒരു മെറ്റീരിയൽ ആണോ എന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും, നമുക്ക് നോക്കാൻ പറ്റും. അവർക്ക് കറക്റ്റ് ആണ് എങ്കിൽ നമ്മളിത് വാങ്ങിച്ചു കൊടുക്കണം. അവർ റൈറ്റ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടും നമ്മൾ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ അത് അവരെ ഹേർട്ട് ചെയ്യും. ഒത്തിരി ഹേർട്ട് ആവാനും പാടില്ല. ഓക്കെ. പിന്നെ മൊബൈൽ ഫോണിന്റെ കാര്യം നോ പറയേണ്ടടുത്ത് നോ പറയണം എന്ന് പറഞ്ഞല്ലേ. മൊബൈൽ ഫോൺ യൂസേജിന്റെ കാര്യത്തില് നോ തന്നെ പറയണം അല്ലേ. ഇന്ന് എല്ലാ കുട്ടികളും ഭൂരിഭാഗം കുട്ടികൾ എല്ലാവരും ഫോണിലല്ലേ. ഇപ്പൊ ചില പിള്ളേർക്ക് കഴിക്കണമെങ്കിൽ തന്നെ ഫോൺ വേണം. അത് നമ്മൾ ശീലിപ്പിച്ചല്ലേ, അമ്മമാരല്ലേ ശീലിപ്പിച്ചിരിക്കണേ കുട്ടികളെ കഴിക്കുന്നത്. അതെ. അപ്പൊ മാക്സിമം പാരന്റ്സ് ഫോൺ മാറ്റി വെക്കാം. നമ്മള് ഇപ്പോ ചില ഫാമിലിയിൽ വരുമ്പോ തന്നെ ഫോൺ എടുത്ത് മാറ്റി വെക്കും. എന്നിട്ടായിരിക്കും അവർ സ്കൂളിലെ ടൈം ഫാമിലിയോട് സ്പെൻഡ് ചെയ്യുന്നത്. പണ്ട് നമ്മുടെ പാരന്റ്സിന്റെ ഒപ്പം എൻജോയ് ചെയ്തിരുന്ന ഫ്രീഡം അല്ലെങ്കിൽ അവരോടൊപ്പം ഇങ്ങനെ കൂടുതൽ സംസാരിക്കുന്ന ഇന്നത്തെ കുട്ടികൾ കുറവാണ്. കാരണം എന്താണ്, അവർ കൂടുതൽ ടൈമും എന്തിലാണ്, ഫോണിലാണല്ലേ. അപ്പോ മാക്സിമം ഫോൺ കുട്ടികളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാതിരിക്കുക. ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ യൂസേജ് കുറച്ച് ഇല്ലാതാക്കുക. അതിന് പകരം നമുക്ക് അവർക്ക് ഈ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ ഫോൺ യൂസേജ് കുറവായിരിക്കും. സത്യമായിട്ടും നമ്മള് കുട്ടികൾ കൂടുതലായിട്ട് ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു പ്രശ്നം ഇപ്പൊ മനസ്സിലാക്കില്ല, പിന്നീട് നമുക്കത് എഫക്റ്റ് ആയിട്ട് വരും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പഠന വൈകല്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഫോൺ യൂസേജ് ഒരു അഡിക്ഷൻ അല്ലേ ഫോൺ യൂസേജ്. ഫോണിലേക്കുള്ള അഡിക്ഷൻ ആണ്. അത് മാക്സിമം നമ്മൾ തന്നെ കുറച്ചുകൊണ്ട് വരണം. ഇനി പ്രീ സ്കൂൾ ടീച്ചേഴ്സ് ആണ് നിങ്ങളെങ്കിൽ ഇനി നമ്മൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ടീച്ചിങ് ഫീൽഡിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ എന്ന് പറയാം, നമ്മൾ കുട്ടികൾ ക്ലാസ്സിൽ വരുന്ന കുട്ടികളോട് പറയാം ഫോൺ ആരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, നൈസായിട്ട് ചോദിച്ച് പാരന്റ്സിനോടും ചോദിക്കാം.
അവരുടെ മക്കളോട് ചോദിക്കുക ഫോൺ യൂസ് ചെയ്യുന്നുണ്ടോ, കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ. അത് കുറയ്ക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഇന്നോവേറ്റീവ് ആയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ച് അത് നടപ്പിലാക്കുകയാണ് വേണ്ടത്. ഓക്കെ അല്ലേ? സോ മാക്സിമം അതേപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാം. ഇമോഷൻ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ആൻഡ് ബയോളജിക്കൽ ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. എന്ത് ഇമോഷൻ എന്ന് പറയുന്നത്. ചിലർ സന്തോഷമാണെങ്കിൽ നമുക്ക് അവരെ കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റൂലേ, കണ്ണില് ആ തിളക്കം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭയങ്കര ഹാപ്പി ആണെന്നുള്ളത്. അല്ലെങ്കിൽ ചിലർ ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ മുഖമൊക്കെ അങ്ങോട്ട് ചുമന്ന് തൊടുത്ത് ഇവിടെ നിന്നൊക്കെ നേരമ്പൊക്കെ ഇങ്ങനെ വെട്ടും. കുഞ്ഞു കുട്ടികളുടെ കാര്യം ഉണ്ടാവും, ഒരു കുട്ടീനെ അറിയാം, മുഖമൊക്കെ പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ അവര് മുഖം ചുമക്കും, ഇവിടെ ഇങ്ങനെ ഞരമ്പൊക്കെ ഇങ്ങനെ വരും, ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പൊ ദേഷ്യമാണ് അവന് വന്നിരിക്കുന്നത്. അപ്പോ നമ്മളൊരു സൈക്കോളജിക്കൽ ആൻഡ് ബയോളജിക്കൽ ആയിട്ടുള്ള റെസ്പോണ്ട് ആണ് എന്ത് ഇമോഷൻ എന്ന് പറയുന്നത്. കൺസിസ്റ്റിംഗ് ഓഫ് സബ്ജക്റ്റീവ് ഫീലിങ്സ്, അത് വരുന്ന ഫീലിങ്സ് ആണ്. സൈക്കോളജിക്കൽ റെസ്പോൺസ് റിയാക്ഷൻസ് ആയിരിക്കും. അത് നമ്മളുടെ ബിഹേവിയറിലും ഇൻട്രസ്റ്റിലും ഒക്കെ നമുക്കത് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കാര്യങ്ങളാണ് എന്ത് ഇമോഷൻസ് എന്ന് പറയുന്നത്. ഇമോഷണൽ ഡെവലപ്മെന്റ്. ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഹ്യൂമൻ ബീങ്സിനും എന്തുണ്ട്, ഇമോഷൻസ് ഉണ്ട്. സോ അത് എങ്ങനെ എവിടെ പ്രകടിപ്പിക്കണം എന്നുള്ളതാണ് ഇമോഷൻ ഡെവലപ്മെന്റിന്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത്. നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇമോഷൻസ് വരും അല്ലെ, വരാറില്ലേ? ദേഷ്യം, സങ്കടം, സന്തോഷം, ഹാപ്പിനെസ്. സോ നമ്മൾ ചില ഇമോഷൻസ് നമ്മൾ മനഃപൂർവ്വം ഹൈഡ് ചെയ്യും. എന്റെ അഭിപ്രായത്തിൽ ഒത്തിരി ഹൈഡ് ചെയ്യുന്നത് നല്ലതല്ല, കാരണം നമ്മുടെ ഹെൽത്തിന് ദോഷമാണ്. ഇപ്പോ സങ്കടമൊക്കെ കേട്ടോ, പറയാൻ വന്നുള്ളൂ. ഈ സങ്കടം നമ്മള് ഉള്ളിൽ ഒതുക്കും അല്ലെ, കുറെ ആൾക്കാര് എങ്ങനെയാണെങ്കിലും ഭയങ്കരമായിട്ട് ഉള്ളിൽ ഒതുക്കും. സ്ത്രീകളുടെ കാര്യത്തിലേക്ക് ആ ഒരു പ്രശ്നമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സങ്കടം വന്ന് നമ്മൾ കരഞ്ഞു പോകും ഇല്ലേ, നമ്മൾ എക്സ്പ്രസ് ചെയ്യും. സങ്കടം വന്നു കഴിഞ്ഞാൽ നമ്മൾ കരഞ്ഞു തീർക്കാണ്. എന്റെ സ്വഭാവം അതാണ്. എന്നുവെച്ചാൽ കുറച്ച് സങ്കടമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കരയും. പക്ഷെ കുറെ കാലമായിട്ട് ഞങ്ങൾക്ക് കരഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട് കേട്ടോ. മേ ബി ഹൈഡ് ചെയ്യാമെന്ന ഡൗട്ട് ഉണ്ട്. അവിടെ കരച്ചില് നമ്മൾ ആ സങ്കടം എന്താണോ, ഫീലിംഗ് എന്താണോ പെട്ടെന്ന് കരയും നമ്മള്. പക്ഷെ പുരുഷന്മാരൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ, അവർ എത്ര സങ്കടം വന്നാലും അവർ ഉള്ളിൽ ഒതുക്കും അല്ലെ, ഭയങ്കരമായിട്ട് ഹൈഡ് ചെയ്യും അല്ലെ. നമ്മുടെ ഉള്ളിൽ നമ്മളുള്ളപ്പോ അല്ലെങ്കിൽ നമ്മൾ സെൽഫായിട്ട് കരഞ്ഞാലും മതി. പുരുഷന്മാര് ഹൈഡ് ചെയ്യും. അവർക്ക് എത്ര സങ്കടം ഉണ്ടെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിലും അവർ ഹൈഡ് ചെയ്യും. കേരളത്തില് ഹാർട്ട് അറ്റാക്ക് കൂടുതൽ ആർക്കാ വരുന്നതെന്ന് അറിയാമോ? പുരുഷന്മാർക്ക്. എന്തുകൊണ്ടാണ്? ഈ സങ്കടവും കാര്യങ്ങളൊക്കെ ഹൈഡ് ആണ്. കാരണം ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്നത് അങ്ങനെയാണ്. ആൺകുട്ടിയാണ് കരയാൻ പാടില്ല, ആൺകുട്ടിയാണ് ബോൾഡ് ആയിട്ടിരിക്കണം, ആൺകുട്ടിയാണ് വീടിന്റെ എന്താ പറയാ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ സ്വയമേ കരയിപ്പിക്കരുത്. കരയിപ്പിക്കരുത്. അതൊക്കെ അതൊന്നും അല്ല. ആൺകുട്ടികൾക്ക് സങ്കടം വന്നാൽ കരയണമെങ്കിൽ കരഞ്ഞോട്ടെ, അവരുടെ ഇമോഷണൽ പ്രകടിപ്പിക്കട്ടെ എന്ന് നമ്മൾ പറയണം. ആൺകുട്ടിയാണ് നോർമലാണ് കരയുന്നത്, സങ്കടം വന്നാൽ കരയും, നോർമൽ അല്ലേ, എല്ലാവർക്കും ഉള്ളതാണ്. ആ സങ്കടവും കാര്യങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ ഒതുക്കി അത്രയും കൺട്രോൾ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരും സൈക്കോളജിക്കലി അതവരെ എന്തോരം എഫക്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ? നമ്മള് അങ്ങനെ ഒരു കാര്യം നമ്മൾ ഫോളോ ചെയ്യേണ്ട. നമ്മളുടെയൊക്കെ പാരന്റ്സ് പറഞ്ഞു നമ്മൾ ഇടണമല്ലേ, ആൺകുട്ടിയല്ല അവനെ കരയിപ്പിക്കാൻ പാടുണ്ടോ, ആൺകുട്ടികൾ കരയാൻ പാടില്ല, ആൺകുട്ടികൾ ബോൾഡ് ആയിട്ട് നിൽക്കണം, ആൺകുട്ടികൾ ഏതൊരു സിറ്റുവേഷനിലായാലും ബോൾഡ് ആയിരിക്കണം. ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇങ്ങനെയാണോ? അങ്ങനെ എല്ലാട്ടാ. അവർക്ക് ഇമോഷൻസ് ഉണ്ടെങ്കിൽ ഇമോഷൻസ് പ്രകടിപ്പിക്കാനുള്ളത് തന്നെയാണ്. സന്തോഷമായാലും സ്നേഹമായാലും ഇഷ്ടമായാലും ദേഷ്യമായാലും വെറുപ്പായാലും അതെന്താണോ ഇമോഷൻ അതേപോലെ തന്നെ പ്രകടിപ്പിക്കണം. എനിക്കിപ്പോ ഒരു ആളോട് ദേഷ്യം ഉണ്ടെങ്കിൽ ഞാൻ ആ ദേഷ്യം പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും. കാരണം ഹൈഡ് ചെയ്യൂല. കാരണം ഹൈഡ് ചെയ്ത് അത് എനിക്ക് എന്നെ അഫക്ട് ചെയ്യും. കാരണം പിന്നെ ഹൈഡ് ചെയ്യാനായിട്ട് ഞാൻ കുറെ അത് എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ മുഖം നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ദേഷ്യം ഉണ്ട് ആൾക്ക്, എനിക്ക് ആ വ്യക്തിനോട് ഭയങ്കരമായിട്ട് ദേഷ്യം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ അല്ല ഞാനത് പ്രകടിപ്പിക്കും. കാരണം എനിക്ക് ഉള്ളിൽ ഒതുക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളല്ല. എന്തായാലും അത് തുറന്നു പറയാം, അത്രേ ഉള്ളൂ. ആ ഒരു മൈൻഡാ. അതേപോലെ തന്നെ പിന്നെന്താണ് കൂടി പറയണമെന്ന് വിചാരിച്ചല്ലോ. നമ്മള് അത് പോയി മൈൻഡ് പോയി, കുഴപ്പമില്ല. അപ്പൊ സന്തോഷം എന്തായാലും നമ്മൾ പ്രകടിപ്പിക്കണം. അതേപോലെ വാത്സല്യം അല്ലെ, അഫെക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇമോഷനാണ്. കുട്ടികളുടെ ഡെവലപ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേണ്ട ഒരു ഇമോഷനാണ് വാത്സല്യം, അഫെക്ഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ കാണിച്ച് തന്നെ വളർത്തണം. വാത്സല്യം കൊടുത്ത് കെയർ കൊടുത്ത് കുട്ടികളെ അഫെക്ഷനേറ്റ് ആയിട്ട് തന്നെ വളർത്തണം.
കാരണം ഞാൻ പറഞ്ഞൂലേ, കുറച്ച് നാൾ മാത്രമേ നമ്മുടെ കുട്ടികൾ നമ്മളുടെ ഒപ്പം ഉണ്ടാവുള്ളൂ. നമ്മൾ അവരോട് കാണിക്കുന്ന ഈ അഫെക്ഷനും കാര്യങ്ങളാണ് പിന്നീട് നമ്മളോട് അവരുടെ ആ ഒരു ഇമോഷന്റെ എന്താണ് അവർക്ക് നമ്മളോടുള്ള ഇമോഷനായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അഫെക്ഷനേറ്റഡ് ആയിട്ട് തന്നെ നമ്മൾ അവരെന്ത് ചെയ്യണം, പെരുമാറണം. പണ്ട് എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് എങ്ങനെയാണ്, കുട്ടികള് വാത്സല്യം കാണിച്ചു വളർത്താൻ പാടില്ല, അവര് തലയിൽ വന്നിരിക്കും എന്ന്. കാരണം സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല, സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല, ഇത്രയും ഫ്രീഡം ഒന്നും കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നുവെച്ചാല് എന്റെ ഫാമിലിയില് ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. അച്ഛൻ അത്യാവശ്യം നല്ല ഫ്രീഡം തന്നെ എന്നെ വളർത്തിയിരിക്കുന്നേട്ടാ. അനിയത്തിനും അതെ, അവള് ഞങ്ങളൊരു ആൺകുട്ടിയായിട്ട് വളർത്തിയത്. വീട്ടില് 2 പെൺപിള്ളേരെ ആയതുകൊണ്ട് തന്നെ ഇളയാൾ ഒരു ആൺകുട്ടീനെ പോലെ വളർത്തിയിരിക്കുന്നത്. സ്വഭാവം ഏകദേശം അതേപോലെയാണ്. അപ്പം ഞങ്ങൾക്ക് നല്ല ഫ്രീഡവും കാര്യങ്ങളൊക്കെ തന്നു തന്നെ വളർത്തിയിരിക്കുന്നത്. പഠിക്കുന്ന കാര്യത്തിലായാലും ഭയങ്കര ഫ്രീഡം. കാരണം നിനക്ക് ഏത് കോഴ്സാണ് ഇഷ്ടമുള്ളത് നീ അത് സെലക്ട് ചെയ്യും, നിനക്ക് ഓക്കെ ആണോ എന്നാ മാത്രം നീ അതിലേക്ക് പോയാൽ മതി. ആ ഒരു ഫ്രീഡവും ആ ഒരു കോൺഫിഡൻസ് ബാക്കിൽ അച്ഛൻ ഉണ്ടല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസ് വളരെയധികം നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഫ്രീഡം തന്നെ വളർത്തിയിരിക്കുന്നത്. അപ്പോ പണ്ട് ഞങ്ങളുടെ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഭയങ്കര ഓപ്പോസിറ്റ് ആയിരുന്നു. ചില അമ്മയുടെ ഫാമിലിയിലുള്ളവരൊക്കെ അത്യാവശ്യം എന്താ പറയാ കുറച്ചും കൂടി ഉൾവലിഞ്ഞ പഴയ പ്രകൃതമായിരുന്നു. അവർക്ക് പഠിപ്പിക്കാൻ വിടുന്നതിനോടോ അല്ലെങ്കിൽ പെൺകുട്ടികളെ പഠിപ്പിക്കാൻ വിടുന്നതിനോട് വലിയ താല്പര്യമില്ലാത്ത ഒരു തലമുറയാണ് അവരുടെ തലമുറ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവരുടെ ഒരു ജനറേഷൻ അങ്ങനെയായിരുന്നു എന്ന് അവർ പറയുന്നത്. പെൺകുട്ടികളെ പഠിക്കാൻ വിട്ടു കഴിഞ്ഞാല് കുട്ടികള് വഴിതെറ്റി പോകും എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരു തലമുറ ആണ്. അപ്പൊ എന്റെ ഫാമിലി നോക്കുമ്പോ ഞാൻ പഠിക്കാൻ പോകുന്നു. കാരണം എനിക്കറിയാം സാധാരണ നമ്മൾ ഓരോ കോഴ്സ് എടുക്കുമ്പോഴും പൈസ വരും അല്ലെ. നമ്മള് 10th +2 വരെയും നമ്മൾ നോർമൽ ആയിട്ടുള്ള രീതിയിലാണെങ്കിൽ പിന്നീടാണെങ്കിൽ പൈസ വരും. പിന്നെ എനിക്ക് വിചാരിക്കുന്നത് പൈസ വരും, അതെന്തിനാ പൈസ വെറുതെ കളയുന്നേ, പെൺകുട്ടിനെ പഠിപ്പിക്കാൻ വെറുതെ കളയുന്നേ എന്നൊക്കെ വിചാരിച്ച അങ്ങനെയാണ്. പക്ഷെ എന്റെ അച്ഛൻ പറഞ്ഞത് നല്ല കോൺഫിഡന്റ് ആയിട്ട് നിനക്ക് ഓക്കെ ആണോ, നിനക്ക് ഇഷ്ടമാണോ, നീ ചെയ്തോ. എല്ലാപ്പോഴും ഏതൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോഴും ഞാൻ അച്ഛനോട് ചോദിക്കും, ഞാൻ എന്റെ കോഴ്സ് ചെയ്യാൻ പോവാണ്, അച്ഛൻ എന്താ അഭിപ്രായം, നിനക്ക് ഇഷ്ടമാണോ കോഴ്സ് ചെയ്യാനായിട്ട്, നീ വേറെ ആരെയും നോക്കണ്ട, നീ ചെയ്തോ, ഫുൾ സപ്പോർട്ട് ഞാനുണ്ട് എന്ന് പറയും. ആ ഒരു ധൈര്യമാണ് നമുക്ക് എപ്പോഴായാലും ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു അച്ഛൻ നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള അച്ഛൻ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരു കുട്ടീനെ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൺ അച്ഛനാണ്. നമ്മള് ചിലപ്പോ ഒരു മൂത്ത കുട്ടിയുടെ കേസ് ഞാൻ പറയുകയാണെങ്കിൽ അച്ഛന്റെ ഫീമെയിൽ വേർഷൻ ആയിരിക്കുമല്ലേ മൂത്ത കുട്ടികള്. ആരെങ്കിലും ഉണ്ട് ഇവിടെ മൂത്ത കുട്ടികള്? ഞാനുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. നമുക്ക് തോന്നിയിട്ടുണ്ട്, നമ്മളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അച്ഛന്റെ അതേ എന്താ പറയാ അതേപോലെ പെരുമാറുന്നതൊക്കെ? അതെ അതെ അതെ, ഞങ്ങളുടെ വീട്ടിൽ ഇതാണൊക്കെ. അച്ഛൻ നല്ല സപ്പോർട്ടാണ്. ഞങ്ങൾക്ക് എല്ലാം വാങ്ങിച്ചുകൊണ്ട് വരികയൊക്കെ ചെയ്യും. ഈവൻ പലഹാരങ്ങൾ കൂടി നമ്മൾ കാണാത്തത് തന്നെ എല്ലാം വാങ്ങിച്ചുകൊണ്ട് വരും. കാര്യം വേറൊരു വീടുകളിൽ പോയാലും എവിടെയെങ്കിലും പോയാലും ഇത് കണ്ടിട്ട് ഇങ്ങനെ ആഗ്രഹിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങളുടെ ഈ ബന്ധുക്കളായാലും പഠിക്കാൻ പോകുന്നതിനും ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ പറയും, പെൺകുട്ടികളല്ലേ എന്താന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോഴും അച്ഛൻ സപ്പോർട്ട് തന്നെ. ഭയങ്കര വാല്യൂ ഉണ്ട്. അതേപോലെ തന്നെ ഞാനിപ്പോ പറയാനും കാരണം വെച്ചാൽ ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് അച്ഛനാണ്. നമ്മളിപ്പോ വഴക്ക് പറഞ്ഞാലും അവർക്ക് വലിയ ഫീൽ ഒന്നും ആവില്ല അല്ലെ. പെൺകുട്ടികൾക്ക് അവർ ചിരിച്ചോണ്ടിരിക്കും. പെൺകുട്ടികളൊന്നല്ല കുട്ടികൾക്ക്. നമ്മള് വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഓക്കെ നോർമലാന്നുള്ള രീതിയിലേക്കും. പക്ഷെ അച്ഛൻ കൺട്രോൾ ചെയ്ത് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലായിരിക്കും. അപ്പൊ ഇമോഷന്റെ കാര്യം പറഞ്ഞാണ്. ഇമോഷണൽ ഡെവലപ്മെന്റിൽ നമ്മൾ ഈ പറഞ്ഞ വാത്സല്യം എന്ന് പറയുന്ന ഇമോഷൻ കാണിച്ച് തന്നെ പ്രകടിപ്പിച്ച് തന്നെ കുട്ടികളെ വളർത്താം കേട്ടോ. നമ്മൾ സ്നേഹം ഞാൻ കാണിക്കില്ല കാരണം അവർ വഴിതെറ്റി പോയാലോ അല്ലെങ്കിൽ അവരത് വഷളായാലോ എന്ന് വിചാരിച്ച് ഞാൻ സ്നേഹം കാണിക്കില്ല എന്നൊന്നും പറയരുത്. നമ്മൾ നമ്മളുടെ സ്നേഹവും കാര്യങ്ങളും അവർക്ക് എക്സ്പ്രസ് ചെയ്ത് തന്നെ വളർത്താം. ഓക്കെ, ഹൈഡൊന്നും ആരും ചെയ്യില്ലല്ലോ. ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ഹൈഡ് ചെയ്യുന്നവര്? ഇല്ല മാം. ഇപ്പൊ എല്ലാവരും പണ്ടത്തെ ആൾക്കാരായിരുന്നു അങ്ങനെ ചെയ്തിരുന്നത്. ഇനി ബേസിക് ഓഫ് ഇമോഷൻസ് ഉണ്ടല്ലേ, നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇമോഷനുകൾ പറഞ്ഞു. ആങ്കർ, ഫിയർ, ജലസി, വെറി, ലവ്, ജോയ്, ഹാപ്പിനെസ്, സാഡ്നെസ്, സർപ്രൈസ്. ഒരുപാട് ടൈപ്പ് ഓഫ് ഇമോഷൻസ് ഉണ്ട്. ഡെവലപ്മെന്റ് ഓഫ് ദീസ് ഇമോഷൻസ് ലാർജ്ലി അഫക്ട് ദ റിലേഷൻഷിപ്പ് വിത്ത് പാരന്റ്സ്, സിബ്ലിംഗ്സ് ആൻഡ് പിയർ ഗ്രൂപ്പ്സ്. കുട്ടികളുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് മെയിനായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 3 വ്യക്തികളുണ്ട്. ഫസ്റ്റ് പാരന്റ്സ് ആണല്ലേ. പാരന്റ്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ്. ഫാമിലിയിൽ എന്താണോ പാരന്റ്സ് എന്താണോ പെരുമാറുന്നത് അതായിരിക്കും അവരുടെ ഇമോഷനെ വളരെയധികം എന്ത് ചെയ്യുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇപ്പൊ ഒരൊറ്റ മോളായിട്ട് വളർന്ന കുട്ടി അല്ലെങ്കിൽ സിംഗിൾ ചൈൽഡ് ആയിരിക്കും കുറച്ചും കൂടി ഇമോഷണൽ സ്റ്റെബിലിറ്റി കൂടുതൽ
രണ്ട് കുട്ടികളുള്ള വീട്ടിലായിരിക്കോ? എവിടെയായിരിക്കും കുറച്ചും കൂടി? രണ്ട് കുട്ടികളുള്ള വീട്ടിലായിരിക്കും. കാരണം ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. എന്റെ മോള് ആദ്യം ഭയങ്കര സെൽഫിഷ് ആയിരുന്നു കേട്ടോ. അവൾ ഒറ്റ മോളായിട്ട് വളർന്ന സമയത്ത് ഭയങ്കര സെൽഫിഷും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവൾക്ക് എല്ലാ കാര്യമൊക്കെ വേണം, സ്വയം വേണം എന്നുള്ള ചിന്തയായിരുന്നു. പക്ഷെ മോനും കൂടി വന്നതിന് ശേഷം അവള് ഭയങ്കരമായിട്ട് ഒരു മെച്യൂരിറ്റി ഫീൽ ചെയ്ത് തുടങ്ങി. സിംഗിൾ ചൈൽഡ് ആണെങ്കിൽ ഷെയറിങ് ഹാബിറ്റ് ഇത് കാര്യങ്ങൾ കുറവായിരിക്കും ഇവിടെ. ഞാൻ സിംഗിൾ ചൈൽഡ് ആണ്, പക്ഷെ ഇവിടെ ആണോ? എനിക്ക് 3 കുട്ടികളാ. ആരൊക്കെയാ? 3 പേരുണ്ട് എനിക്ക്. മാം ഞാൻ എന്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയട്ടെ. പറഞ്ഞോ സുബി. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ മൂത്തതായിരുന്നു. എന്റെ മീൻസ് എന്റെ അനിയത്തി മമ്മി പ്രഗ്നന്റ് ആയിരുന്നു. അപ്പൊ 4 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ ഈ 4 വയസ്സ് വരെ അമ്മയും ഞാനും മാത്രമേ ഉള്ളായിരുന്നു. മീൻസ് പപ്പ ഔട്ട് ഓഫ് ഇന്ത്യ ആയിരുന്നു. അപ്പം എല്ലാ ഫുൾ അറ്റൻഷൻ മമ്മി എനിക്ക് തരുമായിരുന്നു. പുള്ളിക്കാരത്തി നേഴ്സ് ആയിരുന്നു പറഞ്ഞാലും വീട്ടിലുള്ള സമയത്തിൽ എല്ലാ സ്ഥലത്തിലും എന്നെ കൊണ്ടുപോയി എല്ലാം ചെയ്യുമായിരുന്നു. അപ്പൊ മമ്മി പ്രഗ്നന്റ് ആയപ്പോൾ ഡെലിവറിക്ക് വേണ്ടി പോയല്ലോ. അപ്പൊ എനിക്ക് അങ്ങ് ഭയങ്കര ഇറിറ്റേഷൻ. ബിക്കോസ് എന്റെ ഉള്ള സ്നേഹം എന്റെ അനിയത്തിക്ക് പോലോ എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് ഞാൻ കുഞ്ഞായിരുന്നെന്ന് പറഞ്ഞാലും ഞാൻ ഫുഡ് കഴിച്ചില്ല, കുഞ്ഞിന് മോന്ത കണ്ടില്ല, ഒന്നുമില്ല. ഒരാഴ്ച 2 ആഴ്ച വരെ അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ലാസ്റ്റിൽ എന്റെ ഫാദർ ദേഷ്യപ്പെട്ടു. കുറെ നാൾ കഴിഞ്ഞിട്ടാ പിന്നെ ഞാൻ അതൊന്ന് അക്സെപ്റ്റ് ആക്കി വന്നത്. എന്നാലും ഒരേ പ്രായം വരെ ഞാൻ എന്റെ അനിയത്തിയോട് പറയായിരുന്നു, നിന്നെ വേസ്റ്റ് ബിന്ന എടുത്തോണ്ട് വന്നത്. ഓക്കെ, ഞാൻ എന്റെ അനിയത്തിനോട് പറഞ്ഞത് അതൊന്നുമല്ലായിരുന്നു. ഞങ്ങളിവിടെ പാലിയം, എന്റെ നാട് പാലിയം എന്നാ പറയണേ. ചേന്നമംഗലം എന്ന് പറയും. കേട്ടിട്ടുണ്ടോ ചേന്നമംഗലം? ചേന്നമംഗലം കൈത്തറിക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോ അവിടെ പാലിയം എന്നാണ്. പാലിയം കൊട്ടാരം ഒക്കെ കേട്ടിട്ടുണ്ടോ? പാലിയം കൊട്ടാരം, പാലിയത്തച്ഛൻ കേട്ടിട്ടുണ്ടോ? നമ്മൾ സോഷ്യലൊക്കെ പഠിച്ചിട്ടുണ്ട്. കേട്ടിട്ടുണ്ട് പാളിയത്ത്. ഓക്കെ, അടുത്താണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അടുത്താണ് ഞാൻ ഫസ്റ്റ് ചൈൽഡ്. ഓക്കെ, അപ്പൊ പാലിയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നടക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് മാത്തച്ചന്ത എന്ന് പറയും. മാത്തച്ചന്ത എന്ന് വെച്ചാൽ പണ്ട് ബാർട്ടർ സിസ്റ്റം ആയിരുന്ന കാലം മുതലേ നമ്മൾ സാധനങ്ങൾ മാറ്റി വാങ്ങിച്ചിരുന്ന ഒരു സ്ഥലമാണ് മാറ്റച്ചന്ത കേട്ടോ. അപ്പോ ഈ മാറ്റച്ചന്തയിൽ നിന്ന് നിന്നെ മാറ്റിയെടുത്തുകൊണ്ട് വന്നതായിരുന്നു എന്ന് ഞാൻ എപ്പോഴും അനിയത്തിനോട് പറയും. കാരണം അവളെയും എന്നെയും കണ്ട എന്റെ ഡിഫറെന്റ് ആണ്. അവൾക്ക് പൊക്കം കുറവാണ്, ആള് എന്റെ ഡിഫറെന്റ് ആണ്. ഹെയറിന്റെ കാര്യത്തിലൊക്കെ എല്ലാ കാര്യത്തിലും ഞാൻ അച്ഛനെ പോലെ അവൾ അമ്മനെ പോലെ. ഞാൻ പറയും, നിന്നെ മാറ്റപ്പാടത്ത് മാറ്റിക്കൊണ്ട് വന്നതാ, എനിക്ക് വേറെ അനിയത്തിയായിരുന്നു. ജസ്റ്റ് അത് കോമഡിയാണ്. പക്ഷെ കുട്ടികളുടെ ഒരു കാര്യം ഞാൻ പറയാൻ കാരണം വെച്ചാല് ഇമോഷൻ ആ സമയത്ത് ഇപ്പൊ സുബിയുടെ കേസിൽ അമ്മ ഫുൾ അറ്റൻഷനും മോനായിരുന്നു ആദ്യം തന്നിരുന്നത്. പിന്നീട് ഇളയാള് വന്നപ്പോ അറ്റൻഷൻ കുറഞ്ഞപ്പോ മോന് ഫീൽ ചെയ്തില്ലേ, അത് എല്ലാ കുട്ടികളിലും വരുന്നതാണ്. ആ സമയത്ത് നമ്മൾ കൂടുതൽ കെയറും കാര്യങ്ങളും അമ്മയ്ക്കും കൊടുക്കണം, അതേപോലെ തന്നെ മൂത്ത ആൾക്കും കൂടി കൊടുക്കണം. കാരണം അമ്മ ഫേസ് ചെയ്ത പ്രശ്നങ്ങൾ പറയാൻ ഞാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും അമ്മേനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും അല്ലെ. ഞാൻ ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു വന്നതാണ്. എനിക്ക് 2 കുട്ടികളും തമ്മിൽ അധികം ഗ്യാപ്പില്ല. ഇപ്പൊ അവിടെ 4 ഇയേഴ്സ് ആണെങ്കിൽ എന്റെ 2 കുട്ടികളും തമ്മിൽ 2.5 ഇയേഴ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. സോ എനിക്ക് മൂത്ത ആള് കരയുന്നു, ഇളയാളും എന്റെ അടുത്തിരുന്ന് കരയും. അപ്പോ ആരെടുക്കണം എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സപ്പോർട്ടീവായിട്ട് ഹസ്ബൻഡിന്റെ അമ്മയും എന്ന് വെച്ചാല് എന്റെ മദറിലോയും വളരെയധികം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് ചിലപ്പോൾ എന്റെ മൈൻഡ് എന്റെ കയ്യിൽ നിന്ന് വിട്ടു പോകും എന്ന് തോന്നിയ സിറ്റുവേഷനിൽ അവർ നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് നല്ല രീതിയിൽ അതൊന്ന് ഓവർകം ചെയ്ത് വരാനായിട്ട് പറ്റിയത്. കാരണം മൂത്ത ആള് ഭയങ്കര കരച്ചിലും പ്രശ്നമാണ്. കാരണം അവൾക്ക് അമ്മനെ വേണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവള് ഭയങ്കര കരച്ചിലും വേണ്ടലും ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു. അപ്പോ ഇളയാളും അതേപോലെ തന്നെ കരയും. അപ്പൊ ഇളയാള് ഹസ്ബൻഡ് എടുക്കുമ്പോ കുറച്ചു നേരം അവൻ കൂളാവും. അപ്പൊ ഞാൻ മൂത്ത ആളെ കെയർ ചെയ്യുന്നു, അവൾക്ക് ഫുഡും കാര്യങ്ങളും കൊടുക്കുന്നു, അവളെ ഓക്കെ ആക്കുന്നു. ഒരു ഫസ്റ്റ് ഒരു 6 മന്ത്സ് ഞാൻ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം 2 പേരും തമ്മിലുള്ള ആ ഒരു പ്രശ്നം എനിക്കാണെങ്കിൽ ആരെ എടുക്കണം, എനിക്ക് 2 പേരും ഇമ്പോർട്ടന്റ് ആണ്, തുല്യമായിട്ട് ഇമ്പോർട്ടന്റ് ആണ്. കാരണം മൂത്ത ആളോടുള്ള അവരെ ഒന്ന് എന്താ പറയാ കൊഞ്ചിച്ചോ അല്ലെങ്കിൽ കളിപ്പിച്ചോ ഒക്കെ ഒന്ന് കൊതി തീരുമ്പോഴേക്കും രണ്ടാമത്തെ ആളും വന്നു. പക്ഷെ ആ ഒരു ജേണി കഴിഞ്ഞതിന് ശേഷം 2 പേരും തമ്മിൽ ഇപ്പൊ നല്ല ബോണ്ടാണ്. ചേച്ചി എനിക്ക് നമ്മൾ ഭയങ്കര ബോണ്ട്. ഇപ്പൊ ഞാൻ അവളെ എങ്ങനെയാട്ടോ ട്രീറ്റ് ചെയ്തിരുന്നത് അതേപോലെയാണ് അവൾ അവനെ ട്രീറ്റ് ചെയ്യുന്നത്. കാരണം മോനെ ഇങ്ങനെ പറയും, തണുത്ത് വെള്ളം ഇട്ടിട്ട് നോക്കി നടക്കണോന്ന് ഞാൻ മൂത്ത ആളോട് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ തന്നെ അവള് പറയുന്നത്, ചെറുക്ക നോക്കി നടക്കണോട്ടാ, വെള്ളമുണ്ടേ
ചേച്ചി തുടച്ചു കളയാം എന്ന് പറയും. നല്ല കെയറിങ്ങും കാര്യങ്ങളും ഞാൻ കണ്ടു അവര്. അപ്പൊ രണ്ടുപേര് ആ സമയത്ത് മോനെയും കൂടി കുറച്ചും കൂടി കെയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം മോനെ ഫീൽ ചെയ്യില്ലായിരുന്നു. ഇപ്പൊ കുട്ടികളുടെ കേസിലും അങ്ങനെ തന്നെയാണ്. നമ്മള് ഇമോഷൻ ഞാൻ വിചാരിച്ചെന്താ പറയാവോ, അവനെ ഞാൻ എടുത്തില്ലെങ്കിലും അവനത് ഓർമ്മയുണ്ടാവില്ല. പക്ഷെ ഞാൻ ഇവളെ എടുത്തില്ലെങ്കിൽ അവൾക്ക് ഇമോഷണൽ ഡെവലപ്മെന്റ് ആയി വരുന്ന ഏജാണ്. അപ്പൊ അവൾക്കത് ഫീൽ ചെയ്യും എന്ന് തോന്നിയിട്ട് ഞാൻ അവളെ കുറച്ചും കൂടി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു. ഇപ്പോഴും ആ പ്രശ്നം ഇല്ലാന്നൊന്നും പറയില്ല. രണ്ടുപേരും കൂടി അമ്മയെ വേണമെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി ഒരുമിച്ചായിരിക്കും വരുന്നത്. ഞാനിപ്പോ കൊച്ചിറക്ക ഇളയാളെ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ പറയും എനിക്കും എന്നെയും അമ്മ എടുക്കണം എന്ന് പറയും. രണ്ടുപേരും ഒരേപോലെ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യാം. ഡിഫറൻസ് ഒന്നും ഞാൻ കാണിക്കാറില്ല. കാരണം ഡിഫറൻസ് കാണിച്ചു കഴിഞ്ഞാല് ഭയങ്കര പ്രശ്നമാണ്. രണ്ടുപേരും കൂടി ഭയങ്കര അടിമിടിയൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് നമ്മളതങ്ങോട്ട് കളയാം. പിന്നെ അവർ മെച്യൂർഡ് ആവുന്നതിനനുസരിച്ച് ഇമോഷണൽ ഡെവലപ്മെന്റും കൈവരിക്കും. കുട്ടികള് നമ്മള് ഒരു എന്താ പറയാ, കുട്ടികളുടെ ആ ഒരു ടൈമിലാ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്തുള്ള ഇമോഷൻസും കാര്യങ്ങളായിരിക്കില്ല പിന്നീട് അവർ എന്ത് ചെയ്യുന്നത്, പ്രകടിപ്പിക്കുന്നത്. പിന്നീട് അവർ കുറച്ചും കൂടി ഡെവലപ്ഡ് ആവും മെച്യൂരിറ്റിയുടെ ബേസിൽ. ഓക്കെ, 4 പേര് വരുമ്പോഴാണ് പ്രശ്നം. സുബി പറഞ്ഞോടാ. ഞാൻ ഇപ്പം മീൻസ് അന്ന് ഞാൻ ഈ കാര്യം ഞാൻ പറഞ്ഞ കാര്യം ഞാൻ റിയലൈസ് ചെയ്തില്ല. പക്ഷെ ഞാൻ റിയലൈസ് ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്കിപ്പം 3 പിള്ളേരാണ് ഉള്ളത്. മൂത്ത മോൻ ഇപ്പം 7 വയസ്സ്, രണ്ടാമത്തെ മോൻ 6 വയസ്സ്, ഏറ്റവും ഇളയത് 3 വയസ്സ്. അപ്പം 3 പേർക്കും അധികം വ്യത്യാസമില്ല. പക്ഷെ അപ്പം മൂത്ത മോൻ ആയി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പ്രഗ്നൻസി കൺസീവ് ചെയ്തപ്പോൾ ഇനി മദറിനോ പറഞ്ഞു കുഞ്ഞിനെ മാറ്റി കിടത്തണം, ബിക്കോസ് വയറിൽ തൊഴിക്കുകയൊക്കെ ചെയ്താൽ ബുദ്ധിമുട്ടാകും. അങ്ങനെ മാറ്റി കിടത്തി രണ്ടാമത്തെ കുഞ്ഞിനെ ഡെലിവറി ആയ ഭയങ്കര കാര്യമാണ്, കുഞ്ഞിനോട് വലിയ കാര്യമാണ്. പക്ഷെ 3ാമത്തെ പ്രഗ്നൻസി കൺസീവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പം ഇവൻ എന്നോട് ചോദിക്കാം, മമ്മിയുടെ വയറിനകത്ത് കുഞ്ഞുവാവയല്ലേ, അപ്പം മമ്മി ഇനി എന്നെ അല്ല മീൻസ് ജോയലിനെ, രണ്ടാമത്തെ ചേട്ടന്റെ പേര് ജോയലിനെയും കൂടെ മാറ്റി കിടത്തുമെന്ന്. അപ്പൊ ഞങ്ങൾ അങ്ങനെ കടത്തിയില്ല, ബിക്കോസ് അതിന്റെ ആവശ്യം വന്നില്ല. അപ്പം ഞാനും എന്റെ ഹസ്ബൻഡും ഇളയ 2 പിള്ളേരും കിടക്കുമ്പോൾ അവൻ എപ്പോഴും കടന്നു വരും, മമ്മിക്ക് എന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് മമ്മി എന്നെ കൂടെ കിടത്താതെ. പിന്നെ നമ്മൾ കുറെ ട്രൈ ചെയ്തു, ബിക്കോസ് 2 ബെഡ് ഒന്നിച്ചാക്കിയാലും നമുക്ക് 5 പേർക്ക് കിടക്കാൻ പറ്റും. ബിക്കോസ് 3 കുഞ്ഞു പിള്ളേരായതുകൊണ്ട് അവർ 3 പേരും കടന്ന് ഉരുളും, അങ്ങോട്ടും ഇങ്ങോട്ടും തൊഴിക്കും. അങ്ങനെ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി ഇപ്പം പക്ഷെ അവൻ നമ്മളുടെ കൂടെ കിടക്കുന്ന ആ സമയത്ത് നമ്മൾ വേറൊരാളെ അമ്മച്ചിയുടെ അടുത്ത് കടത്തി. അങ്ങനെ അന്ന് ഞാൻ പറഞ്ഞ എന്റെ അനിയത്തിയോട് ഞാൻ ടീസ് ചെയ്യുന്ന കാര്യം ഇന്ന് എനിക്ക് റിയലൈസ് ആയി. എന്റെ കുഞ്ഞ് എന്നോട് പറഞ്ഞപ്പോൾ മമ്മിക്ക് എന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ എന്റെ കൂടെ കിടത്താത്തത്, ഇല്ലെങ്കിൽ എന്നോട് തന്നെ ദേഷ്യപ്പെടുത്താത്. അവൻ ഭയങ്കര നോട്ടി എന്ന് പറഞ്ഞ് അവന്റെ കയ്യും കാലം ഒരു സെക്കൻഡ് പോലും അടങ്ങിയിരിക്കത്തില്ല. ഉറങ്ങുവാണെങ്കിൽ തന്നെ അവൻ തൊഴിച്ചു. പകൽ മൊത്തം ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഉറക്കത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ അവൻ ഒരാൾ ഇരിക്കുവാണെങ്കിൽ ആ പ്രവൃത്തി അവന്റെ ഉറക്കത്തിൽ കാണും. അങ്ങനെ ഒരു സ്വഭാവമാണ്. അപ്പം ഉറക്കത്തിൽ ഇപ്പം അവന്റെ ഡെയിലി റുട്ടീൻ നമുക്ക് അറിയണമെങ്കിൽ അവൻ ഉറങ്ങിക്കഴിഞ്ഞിട്ട് അത് മൊത്തം അവൻ പറയും. അത് തന്നെ സ്കൂളിൽ നടക്കുന്ന എടാ പോടാ ഇങ്ങോട്ട് വാടാ നിന്നെ കാണിച്ചാൽ ഇതെല്ലാം അവൻ ഉറക്കത്തിൽ പറയാം. നമുക്ക് ഇപ്പൊ അത് ശീലമായതുകൊണ്ട് നമുക്ക് ഉറങ്ങാൻ പറ്റും. അല്ല, ഞാൻ ഈ ചാപ്റ്റർ ഒക്കെ കഴിഞ്ഞിട്ടേ മോണ്ടിസോറി മെത്തേഡിലേക്ക് വരുമ്പോ ഇങ്ങനെയുള്ള കുട്ടികളെ കുറിച്ച് ഞാൻ പറയാട്ടോ. അപ്പൊ മോൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ബെറ്റർ ആയിട്ടുണ്ട്. അവൻ കെയറിങ്ങിന്റെ പ്രശ്നമാടാ അവനെ ഫേസ് ചെയ്തത്. അവൻ നമ്മൾ കെയർ ചെയ്യുന്നില്ല, അവന് നിങ്ങൾക്ക് ഇഷ്ടമല്ല, അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്നുള്ള ഫീലിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അത് നമ്മൾ കെയർ ചെയ്ത് സ്നേഹത്തോട് തന്നെ കെയർ ചെയ്ത് മാറാവുന്ന പ്രശ്നമുള്ളൂ. പക്ഷെ കുട്ടികളെ മാറ്റി കിടത്തണം എന്നുള്ളത് നിർബന്ധമായിട്ട് മാറ്റി കിടത്തേണ്ട കാര്യമുണ്ട്. അവർ 3 വയസ്സ് മുതൽ നമ്മൾ കുട്ടികളെ ഒറ്റയ്ക്ക് കിടത്താനായിട്ട് ശീലിപ്പിക്കണം. ഓക്കെ, പക്ഷെ മാം നമ്മളായിട്ട് നമ്മൾ മാറ്റി നിർത്തുന്നില്ല, പക്ഷെ അവർക്ക് അത് ഫീൽ ആകുന്നുണ്ട്. നമുക്ക് 3 പിള്ളേരും ഒരേപോലെ പക്ഷെ ബാക്കി 2 പേർക്ക് ഒരു മുട്ടായി വെച്ച് കൊടുക്കുമ്പോൾ അവന് ഒരു മുട്ടായും കൂടെ പാത്ത് വെച്ച് നമ്മൾ കൊടുക്കാറുണ്ട്. എന്നാലും എങ്ങനെയോ അവന്റെ മനസ്സിൽ അങ്ങനെ കയറി. പക്ഷെ സാധാരണ മെച്ചോറാ. ഇപ്പൊ ഞാൻ ഇല്ലെങ്കിൽ എനിക്ക് തലവേദന ആണെങ്കിൽ ഞാൻ പോയി കിടക്കുവാണെങ്കിൽ അവൻ പറയും മമ്മി കടന്നു ഉറങ്ങിക്കോ, ഞാൻ പിള്ളേരെ നോക്കിക്കോളാം. എന്നിട്ട് പിള്ളേരെ ബാക്കി 2 പേരെ മാറ്റിപ്പെടുത്തും. അമ്മയ്ക്ക് തലവേദന, നിങ്ങൾ അവരെ ശല്യപ്പെടുത്തേണ്ട. ഇളയ നടക്കത്തെ മോന്റെ ഹോംവർക്കും ചെയ്യിപ്പിക്കും, എല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യും. പിന്നെ ഞാൻ എന്തോ ചെയ്താലും എന്റെ കൂടെ നിൽക്കും. ദോശ ചുടുവാണെങ്കിൽ തന്നെ മമ്മി വേറെ പണി ചെയ്തു, ഞാൻ ഇത് ചെയ്തോളാം. അവൻ തന്നെ കസേരയുടെ മണ്ടയ്ക്ക് കയറി നിന്ന് തിരിക്കുക, ഗ്യാസിനകത്ത് ഇടുക, അടുത്ത് എല്ലാം ചെയ്തുകൊണ്ടിരിക്കും.
അപ്പൊ അത്രയൊരു മെച്യൂരിറ്റി ഉണ്ടായിട്ട് പോലും ആ കുഞ്ഞ് അങ്ങനെ ഒരു സംസാരം സംസാരിക്കും. അത് അവന് ഫീൽ ചെയ്യുക, ചിലപ്പോ കെയർ കുറവാണെന്നുള്ള തോന്നലായിരിക്കുള്ളൂ. അതെല്ലാവർക്കും ഉണ്ടാവും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. അപ്പൊ നമ്മള് ഫുള്ള് കെയർ കൊടുക്കാം. പിന്നെ 3 കുട്ടികളെ മാറ്റി കിടത്തണം എന്നാണ് എന്റെ അഭിപ്രായം കേട്ടോ. 3 പേരെ ഒരുമിച്ച് മാറ്റി ഒരു ബെഡിലേക്ക് മാറ്റി കിടത്തിക്കോ. കാരണം അത് ഏജിന്റെ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമ്മള് ആ ഒരു ഏജിൽ അവരൊറ്റയ്ക്ക് കടന്ന് ശീലിക്കേണ്ടതാണ്. ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ നമ്മള് ഫോറിൻ കൺട്രീസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരൊരു ഏജ് കഴിഞ്ഞാൽ പാരന്റ്സിന്റെ ഒപ്പം കുട്ടികളെ കടത്തില്ല. അത് ശരിയാ മാം. പക്ഷെ അവർക്ക് തന്നെ നമുക്ക് തന്നെ ഒന്നും നമുക്ക് മനസ്സ് ഉറക്കത്തില്ലല്ലോ പിള്ളേർക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടോ. നമ്മളവരെ ഒബ്സർവ് ചെയ്യണം. മാറ്റി കിടത്താൻ നമുക്ക് ആദ്യം കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. പിന്നീട് നമുക്കത് ഓക്കെ ആവും. അപ്പൊ ആദ്യം ഒന്ന് നോക്ക്. ആദ്യം മൂത്താളെയും രണ്ടാമത്തെ ആളെയും ഒരുമിച്ച് കിടത്താം. പിന്നെ 3ാമത്തെ ആളെയും നൈസായിട്ട് കൊണ്ടുപോയി കിടത്താം. ഓക്കെ, നോക്കണം കേട്ടോ. 3 പേരെയും മാറ്റി കിടന്നു, ഞങ്ങളുടെ റൂമിൽ കിടക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ റൂമിൽ കിടക്കുന്നു. അതോ അങ്ങനെ ആയിട്ട് അവരെ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ ആ ഡിസ്ക്രിമിനേഷൻ അതവിടെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അവരുടെ കളിപ്പാട്ടും അവരുടെ ബ്ലാക്ക് ബോർഡും എല്ലാം അതിനകത്തുണ്ട്. എന്നാലും കടന്ന് ഉറങ്ങണമെങ്കിൽ അവർക്ക് നമ്മുടെ കൂടെ തന്നെ നമ്മളോട് കൊച്ചു വർത്താനം കിടക്കുമ്പോ അവര് ഫീൽ ചെയ്യും സേഫ് ആണെന്നുള്ളൊരു ഫീൽ തോന്നും. അതാണ്. ബിക്കോസ് അവര് രാത്രിയാണെങ്കിൽ മൂത്ത മോനെ സ്റ്റോറീസ് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് കേട്ടോണ്ട് അവൻ കടന്നുറങ്ങും. പക്ഷെ ഉറങ്ങാൻ സാറിന് നമ്മൾ കിടക്കുന്ന സമയം മതി, അവനൊരു 2 മിനിറ്റ് മതി ഉറങ്ങാനായിട്ട്. നമ്മൾ ആ കഥയുടെ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യത്തില്ല, അതിനു മുമ്പ് അവൻ കടന്നുറങ്ങിക്കളും. പക്ഷെ സാറിന് ഇപ്പോഴും ചില സമയത്തിൽ എനിക്ക് തോന്നാറുണ്ട് നമ്മൾ ഒത്തിരി ഹൈപ്പർ ആക്റ്റീവ് ആയതുകൊണ്ട് നമ്മൾ ചില സമയം ആകുമ്പോൾ നമ്മളങ്ങ് ദേഷ്യപ്പെട്ടുപോകും. അപ്പൊ നമ്മൾ വോയിസ് റേസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ മമ്മിക്ക് എന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ എന്നോട് ഇങ്ങനെ മാത്രം പറയുന്നത്, എന്നെ മാത്രം അടിക്കുന്നത്. പക്ഷെ ഇപ്പൊ 3 പേരാകുമ്പോളെ നമുക്ക് തന്നെ അങ്ങ് ഒരു പോയിന്റ് ഓഫ് വ്യൂ വരുമ്പോൾ നമ്മൾ തന്നെ പിസ്ഡ് ഓഫ് ആകും. നമുക്ക് മൈൻഡ് ബ്ലോക്ക് ആകും. എന്തോ ചെയ്യണം അറിയില്ല. ഓക്കെ, നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇമോഷൻസ് ആയിരിക്കും കുട്ടികൾക്ക് വരുന്നത്. നമ്മളെല്ലാവരും നല്ല രീതിയിൽ കെയർ ഒക്കെ ചെയ്യാം, കെയറിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ അവനോട് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുക. എന്നുവെച്ചാല് നമ്മളിപ്പോ കുഞ്ഞു കുട്ടികളാകുമ്പോൾ അവരോട് ഹഗ് ചെയ്യും, അവരെടുക്കും, ഉമ്മ വയ്ക്കും എന്നൊക്കെ ചെയ്യുന്നത് മറ്റു ആൾക്കാർക്ക് വിഷമാവും. ആ സമയത്ത് അവളെയും അതേപോലെ തന്നെ ചെയ്യാം. നോ ഡിഫറൻസ്. അവർ തമ്മിൽ നമ്മൾ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഒരേപോലെ തന്നെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോ കുറയാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഈ ഒരു എന്നാലും മൂത്ത കുട്ടികൾ പറയും അമ്മയ്ക്ക് എന്നെല്ലാം ഇഷ്ടം അവരെയും ഇഷ്ടം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ. ഞാനും പറയാറുണ്ട് എന്റെ അച്ഛൻ എന്നെ ഇഷ്ടമെന്ന് എല്ലാവർക്കും അറിയാട്ടോ. അച്ഛൻ എന്നെ വഴക്ക് പറയില്ല, തല്ലില്ല, ഭയങ്കര കാര്യമാണ് അച്ഛൻ. പക്ഷെ അമ്മയ്ക്കാണെങ്കിൽ ഇളയാളോട് ഭയങ്കര ഇഷ്ടം. അവള് ആൺകുട്ടിയെ പോലെ വളർത്തിയെന്ന് പറഞ്ഞില്ലേ, ശരിക്കും സ്വഭാവം ആൺകുട്ടിയുടെയാണ്. പക്ഷെ ഭയങ്കര തല്ലോളിയാണ്, ഹൈപ്പർ ആക്റ്റീവ് എന്ന് വെച്ചാൽ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ചൈൽഡാ. അപ്പൊ അവൾ എന്തെങ്കിലും കുരുത്തക്കേട് എടുക്കും, അച്ഛൻ അവളെ തല്ലും. ആ തല്ലുന്ന സമയത്ത് എന്റെ അമ്മ എന്താ ചെയ്യുന്ന വെച്ചാല് വെറുതെ നിൽക്കുന്ന പാവം ഞാൻ എന്നെ തല്ലും. പണ്ട് ചെറിയ കുഞ്ഞു കുട്ടിയായിരിക്കുന്ന സമയത്ത് എന്നെ വന്ന് അമ്മ തല്ലും, അമ്മ വടി എടുത്തിട്ട് എന്നെ വന്ന് തല്ലും. അപ്പൊ അച്ഛൻ അവിടെ തല്ല് നിർത്തും, എന്നെ സേഫ് ചെയ്യാൻ വേണ്ടിട്ട് എന്തിനാ നീ എന്റെ മോളെ തല്ലിന്ന് ചോദിച്ചോണ്ട് വരും. അപ്പോഴേക്കും അവൾ നൈസായിട്ട് എസ്കേപ്പ് ചെയ്തിട്ടുണ്ടാവും. ശരിക്കും ഇതിലൊന്നും പെടാത്ത ഞാൻ അടി കിട്ടണം. അതാണ് സെയിം ആയിട്ടുള്ള. അതേപോലെ തന്നെ അവള് ഭയങ്കര കുറുമ്പിയാണെന്ന്. ഞാനിടയ്ക്ക് ഞാനും അവളെ കൂടെ തല്ലൊടിക്കുമ്പോ അച്ഛൻ അവളെ അടിക്കാനൊക്കെ വരുമല്ലോ, അപ്പൊ ഞാൻ പിടിച്ചെടുക്കും അവള് ഭയങ്കര ഞാൻ പറയാം ഹൈപ്പർ ആക്റ്റീവ് ആന്ന് പറഞ്ഞില്ലേ, അവള് നൈസായിട്ട് കാല് പൊക്കി കളയും. അപ്പൊ അച്ഛൻ മുട്ടിന് താഴത്താണ് തല്ലുന്നത്, മുട്ടിന് താഴത്തെ തല്ലാറുള്ളൂ. അവള് കാല് പൊക്കി അവള് ചാടിക്കളഞ്ഞു, മുകളിലേക്ക് ചാടി അടി വന്ന് എന്റെ കാലുമ വീണു. അങ്ങനെ മാത്രമാണ് എനിക്ക് അച്ഛനെ ഒരു അടി കിട്ടിയിരിക്കുന്നത്. നല്ല ഓർമ്മയാണ്. അവളെ തല്ലിയതാണ്, പക്ഷെ കൊണ്ടതിരിക്കായിരുന്നു, ഭയങ്കര കൊണ്ടിയായിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും പറയും അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല അവളെ ഇഷ്ടം. അത് അങ്ങനെയൊന്നുമില്ല. അമ്മമാർക്ക് ആ ഒരു ഡിഫറൻസ് ഒന്നുമില്ല. അമ്മമാർക്ക് 2 പേരും ഒരേപോലെയാണ്. ഇപ്പൊ 3 പേരായതുകൊണ്ട് 3 പേരും. ബിൻസിക്ക് 4 കുട്ടികളുണ്ട്, 2 ട്വിൻസും പിന്നെ 2 കുട്ടികളും അല്ലെ ബിൻസി? 4 പേരല്ലേ? നമ്മൾ അവരെല്ലാവരെയും ഒരേപോലെ തന്നെ ട്രീറ്റ് ചെയ്യാം, നോ ഡിഫറൻസ്. അതേപോലെ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതാണ് നമ്മളുടെ ക്ലാസ്സിലെ കുട്ടികളെ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ കുറച്ച് പേര് മാത്രമല്ലേ പറയുന്നുള്ളൂ, മിസ്സിന് എന്നെ ഞങ്ങൾ ഇഷ്ടമല്ല. അങ്ങനെയല്ല കേട്ടോ. ആദ്യം കാണുന്ന കുട്ടികളുടെ പേര് മാത്രമേ ഞാൻ വിളിക്കണുള്ളൂ കേട്ടോ. കാരണം നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നതോ മ്യൂട്ട് ഓൺ ആക്കുന്നതിനനുസരിച്ചായിരിക്കും ഇവിടെ വരുന്നത്. അപ്പൊ കുറെ പേരുടെ പേരൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ചിക്കുമോളുടെ പേര്, ചിക്കുമോൾ വേറൊരു ക്ലാസ്സിൽ കൂടി ഉണ്ട്. അതാണ് എനിക്ക് ചിക്കുമോളെ കറക്റ്റ് ആയിട്ട് അറിയാം. അല്ലേ ചിക്കു? യെസ് മാം.
അപ്പൊ ചിക്കമിക്ക് അറിയാം, പ്രസീത, സുർബി, മഞ്ജു രണ്ടുപേരും, മഞ്ജു രണ്ട് മഞ്ജുവിനെ അറിയാം, കുറെ പേരറിയാം. അപ്പൊ ഞാൻ എല്ലാവരെയും വിളിക്കാത്തെന്ന് വെച്ചാല് ഇവിടെ ഡീറ്റെയിൽ കാണുന്നവരെ മാത്രം വിളിക്കണം. അതിന് ഡിസിപ്ലിനേഷൻ ഒന്നും ഇല്ലാണ്ട് നിങ്ങളോട്. അതേപോലെ തന്നെ ആയിരിക്കണം നിങ്ങളും നമ്മുടെ ക്ലാസ്സിൽ. നിങ്ങൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളെയും ഒരേപോലെ തന്നെ ട്രീറ്റ് ചെയ്യണം. ചിലപ്പോ എല്ലാ കുട്ടികൾക്കും ഒരേ ഐക്യോ ഒരേപോലെ ആവണം എന്നില്ല. എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ പഠിക്കാനുണ്ട്. ഓരോ കുട്ടിയും ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആണ്. അപ്പൊ എല്ലാവരെയും ഒരേപോലെ തന്നെ ട്രീറ്റ് ചെയ്യണം, ഒരേപോലെ തന്നെ അവരോട് പെരുമാറണം. ഓക്കെ ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് എടുക്കാം. താങ്ക് യു ഓൾ. Sign out. Sign up. Knowledge packed and smiling stole. Thank you, ma'am. We want more. Today we laughed. Today we learned. Thanks to ma'am, the joy we earned. Thank you, ma'am. Thank you. Thank you. Thank you, ma'am.